everyone, welcome to our class. In this video, we are going to discuss a new chapter that is microbes in human welfare. Microbes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈന്യൂട്ട് ആയിട്ടുള്ള നേക്കഡ് ഐസ് കൊണ്ട് വിസിബിൾ അല്ലാത്ത സിംഗിൾ സെൽഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ചില ഓർഗാനിസംസിനെയാണ് എന്തെന്ന് പറയുക മൈക്രോബ്സ് എന്ന് പറയുക. അപ്പോൾ ഈ മൈക്രോബ്സ് ഹ്യൂമൻസിൻ്റെ വെൽഫെയറിനെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു, ഏതൊക്കെ രീതിയിലാണ് മൈക്രോബ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, എവിടെയൊക്കെയാണ് മൈക്രോബ്സിൻ്റെ റോൾ ഉള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ മൈക്രോബ്സ് ഏതൊക്കെ രീതിയിലാണ് നമ്മളുടെ ലൈഫിൽ ഇൻവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അതിൽ ഫസ്റ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് കുറച്ച് പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു 6 പോയിന്റ്സാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് മാത്രമേ നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പറയുന്നുള്ളൂ. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്. ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിന് എങ്ങനെയാണ് മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ്, മൈക്രോബ്സ് ഇൻ ബയോഗ്യാസ് പ്രൊഡക്ഷൻ, മൈക്രോബ്സ് ആസ് ബയോ കൺട്രോൾ ഏജൻറ്റ് ആൻഡ് മൈക്രോബ്സ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ്. ഇങ്ങനെ ഒരു 6 പോയിന്റ്സ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഓരോ പോയിന്റ്സും വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇതിൽ മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ കുറച്ച് പുതിയ ടേംസുകൾ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. അതല്ലാതെ ബാക്കി ഹോൾ ചാപ്റ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് പറയുന്നതിന് മുന്നേ നമ്മൾ പറയുന്നത് എന്താണ് മൈക്രോബ്സ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു മൈക്രോബ്സ് ആർ മൈന്യൂട്ട് ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ വിത്ത് അവർ നേക്കഡ് ഐസ്. മൈന്യൂട്ട് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ സാധിക്കില്ല. അതൊരു പക്ഷേ യൂണിസെല്ലുലാർ ആയിരിക്കാം അല്ലെങ്കിൽ മൾട്ടി സെല്ലുലാർ ആയിരിക്കാം. അതിൽ ബാക്ടീരിയാസ് വരുന്നുണ്ട്, പ്രോട്ടോസോവൻസ്, വൈറസ്, ഇതൊക്കെ ഇതിൽ വരുന്നുണ്ട്, ഈ മൈക്രോബ്സിൽ വരുന്നുണ്ട്. അപ്പോൾ ബാക്ടീരിയാസിൻ്റെ കേസിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പിലുള്ള ബാക്ടീരിയാസ് കാണാൻ പറ്റും, പല ഷേപ്പിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്, അതേപോലെ തന്നെ കോമ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്. ഇനി ചില റോഡ് ഷേപ്പിൽ തന്നെ ഫ്ലജെല്ലാസ് പ്രസൻ്റ് ആയിട്ടുള്ളൊരു ബാക്ടീരിയയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ചിലതിൽ എന്ത് പ്രസൻ്റ് ആയിരിക്കും, ഫ്ലജെല്ലാസ് പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ ചില ബാക്ടീരിയ റോഡ് ഷേപ്ഡാന്ന് പറഞ്ഞു, ചിലത് സ്പെരിക്കൽ ഷേപ്പിലുള്ളതുണ്ട്. അങ്ങനെ പല ഷേപ്പിലും നമുക്ക് എന്തിനെ കാണാൻ സാധിക്കും, ബാക്ടീരിയാസിനെയും അതേപോലെ മറ്റുള്ള മൈക്രോബ്സിനെയും കാണാൻ സാധിക്കും. അതേപോലെ ഒന്നാണ് വൈറസ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് ഒരു ബാക്ടീരിയോഫേജ് ആണ്. ഈ കാണുന്ന പിക്ചർ എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയോഫേജിൻ്റെ പിക്ചറാണ്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ വൈറസസ്. ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസസ് ആണ് ദാറ്റ് ക്യാൻ അറ്റാക്ക് എ ബാക്ടീരിയ. ഒരു ബാക്ടീരിയനെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ കില്ല് ചെയ്യാൻ പറ്റുന്ന വൈറസസിനെയാണ് എന്തെന്ന് പറയുക, ബാക്ടീരിയോഫേജ് എന്ന് പറയുക. ഇനി അപ്പോൾ അതിൻ്റെ ഷേപ്പ് ഈ കാണുന്നത് പോലെയാണ്. ഇനി അഡിനോ വൈറസസ് ഉണ്ട്. ഇവർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ ശ്വാസസംബന്ധമായിട്ടുള്ള ഡിസീസസ് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് വൈറസാണ് ഇത്, അഡിനോ വൈറസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ടൊബാക്കോ മൊസൈക്ക് വൈറസിൻ്റെ ഇമേജാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ടൊബാക്കോ മൊസൈക്ക് വൈറസ് TMV എന്ന് പറയുന്നത് അത് റോഡ് ഷേപ്ഡ് ആണ്. ഇത് മെയിനായിട്ട് നമ്മൾ പ്ലാന്റ്സിലാണ് ഇതിൻ്റെ എഫക്റ്റ് ഇമ്പാക്റ്റ് കൂടുതലായിട്ട് കാണുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ പല ടൈപ്പിലുള്ള പല ഷേപ്പിലുള്ള വൈറസസ് പ്രസൻ്റ് ആണ്. വേണ്ട, നമുക്ക് അറിയാവുന്നതാണ് COVID-19 കൊറോണ വൈറസ് അല്ലേ. അതും പല പല വാരിയൻസ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. ചിലതിന് നല്ല പവർഫുൾ ആയിട്ടുള്ളതുണ്ടായിരിക്കും, ചിലത് ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ടുള്ള കൊറോണ വൈറസസ് ഉണ്ട്. കൊറോണ വൈറസ് എന്ന് പറയുന്നത് പല ടൈപ്പിലുണ്ട്. അതിൽ ഒന്നാണ് ഇത് COVID-19 എന്ന് പറയുന്ന ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന കൊറോണ വൈറസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാലോ. അതേപോലെ ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്. പക്ഷേ എല്ലാ മൈക്രോബ്സും നമുക്ക് ഹാംഫുൾ ആവണമെന്നില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബ്സുകളും ഉണ്ട്. നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പല ടൈപ്പിലുള്ള മൈക്രോബ്സ് ഉണ്ട്. എല്ലാം നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ളതല്ല. അപ്പോൾ അതിൽ നമ്മളെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്നത് നമ്മളുടെ ബാക്ടീരിയ കോളനീസ് ആണ്. ഒരു പെട്രി ഡിഷിൽ ബാക്ടീരിയാസിനെ നമ്മൾ കൾച്ചർ ചെയ്തെടുക്കും. നമുക്ക് ആവശ്യമുള്ള ബാക്ടീരിയാസ് ഏതാണോ, നമുക്ക് ഏത് ബാക്ടീരിയനെയാണോ വേണ്ടത് ആ ബാക്ടീരിയനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കൾച്ചർ മീഡിയത്തിൽ കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും. കൾച്ചർ മീഡിയം എന്ന് പറയുന്നത് ഒരു ന്യൂട്രിയൻ മീഡിയം നമ്മൾ ഉണ്ടാക്കും. ആ ന്യൂട്രിയൻ മീഡിയത്തിൽ ഗ്രോ ചെയ്യാൻ സാധിക്കുന്ന ചില ബാക്ടീരിയാസ് ഉണ്ട്. അതിനെയായിരിക്കും നമ്മൾ ഓരോ പർട്ടിക്കുലർ ന്യൂട്രിയൻ മീഡിയത്തിൽ ഗ്രോ ചെയ്യുക. എല്ലാ
ബാക്ടീരിയനല്ലേ, അല്ലെങ്കിൽ എല്ലാ വൈറസസിനെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ മൈക്രോബ്സിനെയും നമുക്ക് ഒരു സെയിം ന്യൂട്രിയൻ മീഡിയത്തിൽ തന്നെ കൾച്ചർ ചെയ്യാൻ പറ്റണമെന്നില്ല. പല ന്യൂട്രിയൻ മീഡിയത്തിലാണ് പല ടൈപ്പ് മൈക്രോബ്സ് എന്ത് ചെയ്യുക, ഗ്രോ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഒരു ന്യൂട്രിയൻ മീഡിയ ഉണ്ടാക്കും. ആ ന്യൂട്രിയൻ മീഡിയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മൈക്രോബ് ഏതാണോ അതിനെ നമ്മൾ എന്ത് ചെയ്യും, കൾച്ചർ ചെയ്യും. അപ്പോൾ നമ്മളിതിങ്ങനെ അതിൽ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ സിഗ്സാഗ് ഷേപ്പിൽ സ്പ്രെഡ് ചെയ്യും. അതിന് പല ടെക്നിക്സുകളുണ്ട്. നമ്മൾ ലാബിൽ നമുക്ക് ഈ ബാക്ടീരിയാസിന് എന്ത് ചെയ്യാൻ പറ്റും, കൾച്ചർ ചെയ്തെടുക്കാൻ പറ്റും, അവരെ ഗ്രോ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിന് പല ടെക്നിക്സുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു പെട്രി ഡിഷിൽ ന്യൂട്രിയൻ മീഡിയം വയ്ക്കും. ആ ന്യൂട്രിയൻ മീഡിയത്തിൽ ഈ പറയുന്ന ബാക്ടീരിയനെ എന്ത് ചെയ്യും, സ്വാബ് ചെയ്യും. എന്നിട്ട് അതിനെന്ത് ചെയ്യും, ഗ്രോ ചെയ്യാൻ വേണ്ടി കൾച്ചർ ചെയ്യും. അങ്ങനെ കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയാസ് എന്ത് ചെയ്യും, കുറച്ച് ദിവസത്തിനുള്ളിൽ അവർ ഗ്രോ ചെയ്ത് അവർ പെട്ടെന്ന് എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അവർ ബാക്ടീരിയൽ കോളനീസ് ഫോം ചെയ്യും. എന്നിട്ട് ആ കോളനീസ് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ആ ബാക്ടീരിയനെ എടുത്തിട്ട് അത് ഏത് ടൈപ്പ് ബാക്ടീരിയ ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ടെക്നിക്സുകളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്രി ഡിഷിൽ നമുക്ക് ബാക്ടീരിയൽ കോളനീസിനെയും അതേപോലെ തന്നെ ഫംഗൽ കോളനീസിനെയും എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്തെ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, മെയിനായിട്ട് നമ്മളെ എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ നമ്മൾ കുറച്ച് ഒരു 6 പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ്. ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മളുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് സാധനങ്ങൾക്ക് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് ലാക്ടോബാസിലസ് ഓർ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, ലാബ് എന്ന് പറയും. ലാബിൻ്റെ ഫുൾ ഫോം ആണ് എന്ത്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഈ ലാക്ടോബാസിലസ് എന്ന് പറയുന്നത് നമ്മുടെ മിൽക്കിൽ കാണുന്ന ഒരു ബാക്ടീരിയയാണ്, പാലിൽ കാണുന്ന ഒരു ബാക്ടീരിയയാണ് ഇത് ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മിൽക്കിനെ കൊയാഗുലേറ്റ് ചെയ്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കാൻ സഹായിക്കും, കേർഡാക്കാൻ സഹായിക്കും. കേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, തൈര് അല്ലേ. മിൽക്കിനെ തൈരാക്കാൻ, പാലിനെ തൈരാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, മൈക്രോബ്സ് ആണ്. അതിന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്നത്. സോ പാലിനെ തൈരാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണ്, ലാക്ടോബാസിലസ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിൽക്കിൽ ഉള്ള പ്രോട്ടീനെ അവരെന്ത് ചെയ്യും, പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. മിൽക്കിൽ കാണുന്ന പ്രോട്ടീൻ എന്ന് പറയുന്നത് കെസീൻ ആണ്. ആ മിൽക്ക് പ്രോട്ടീൻ എന്ത് ചെയ്യും, ഇവർ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ചെയ്യല്ല, പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിനെ കൊയാഗുലേറ്റ് ചെയ്തിട്ട് എന്താക്കിയിട്ട് മാറ്റും, അതിനെ കേർഡാക്കിയിട്ട് മാറ്റും. എന്താക്കിയിട്ട് മാറ്റുക, കേർഡാക്കിയിട്ടാണ് മാറ്റുക. അപ്പോൾ നമ്മളുടെ ഫ്രഷ് മിൽക്കിനെ നമുക്ക് കേർഡാക്കാനുള്ള ഒരു ഈസി മെത്തേഡ് എന്ന് പറയുന്നത്, ഫ്രഷ് മിൽക്കിലേക്ക് എന്ത് ചെയ്താൽ മതി, ഒരു കുറച്ച് ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്തിട്ടുള്ള കുറച്ച് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ മിൽക്കിനെ നമുക്ക് കേർഡാക്കാൻ സാധിക്കും, തൈരാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ എക്സ്ട്രാ ആയിട്ട് ഒഴിക്കുന്ന ഈ കേർഡിനെ നമ്മൾ എന്താ പറയുക, ഒരു ഇനാക്കുലം എന്നാണ് പറയുക. അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ഒരു ഒഴിക്കുക എന്നൊക്കെ പറയും. നമ്മൾ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ പറഞ്ഞു തരും, നമ്മളുടെ അമ്മേനോടോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എന്താണ് ഒരു ഒഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള മിൽക്കിലേക്ക് എന്ത് ചെയ്യും, കുറച്ച് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ അത് പുളിച്ചിട്ട് പിന്നെ എന്തായിട്ട് മാറും, അതൊക്കെ തൈരായിട്ട് മാറും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൈര് ഉണ്ടാക്കാൻ പറ്റും. ഇതല്ലാണ്ട് പല മെത്തേഡുകളുണ്ട്, എന്നാലും നമുക്ക് ഈ ഒരു മെത്തേഡാണ് സാധാരണ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. സോ ഫ്രഷ് മിൽക്ക് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു കേർഡ് ബൈ ആഡിങ് സം കേർഡ് കണ്ടെയ്നിങ് ലാബ്. കുറച്ച് തൈര് അതിലൊഴിച്ച് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും, കേർഡായിട്ട് മാറും. ആൻഡ് ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദ വിറ്റാമിൻ B12. അതിൽ വിറ്റാമിൻ B12ൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ കേർഡിന് ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, അതിന് വിറ്റാമിൻ B12 കൂടുതലാണ്. വൈറ്റമിൻ്റെ B12ൻ്റെ ക്വാണ്ടിറ്റി ഏതിലാണുള്ളത്, ഈ പറയുന്ന കേർഡിലായിരിക്കും ഉണ്ടാവുക. അതുകൂടാതെ നമ്മളുടെ സ്റ്റൊമക്കിൽ ഈ ലാബ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡിസീസ് കോസിങ് ആയിട്ടുള്ള പാത്തജൻസിനെ കില്ല് ചെയ്യാൻ സാധിക്കും. അതിനെയൊക്കെ ഒരു പരിധി വരെ കില്ല് ചെയ്യാൻ ആർക്ക് സാധിക്കും, ഈ ലാബിന് സാധിക്കും. അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജാണ്. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിൽക്കിനേക്കാളും നല്ലതാണ് എന്ത്, കേർഡ് എന്ന് പറയുന്നത്. മിൽക്കിനേക്കാളും ന്യൂട്രീഷ്യസ് ആണ് കേർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മിൽക്കിൽ എന്തുണ്ട്, മിൽക്ക് പ്രോട്ടീൻ ഉണ്ട്. അത് പാർഷ്യലി ഡൈജസ്റ്റഡ് ആയിട്ടുള്ള
പ്രോട്ടീൻ ആയിരിക്കും ഏതിലുണ്ടാവുക, കേർഡിലുണ്ടായിരിക്കും. എല്ലാവർക്കും ഈ പറയുന്ന മിൽക്ക് സ്യൂട്ട് ആവണമെന്നില്ല. നമ്മളുടെ ഇന്ത്യയിലല്ല, പുറമേയുള്ള ആൾക്കാർക്ക് മിൽക്കിൽ ചില കണ്ടൻസ് ഇവർ അലർജിക് ആയിരിക്കും, ഇവർക്ക് അത് അലർജിക് ആയിരിക്കും. പക്ഷേ അത്ര തന്നെ ആയിരിക്കില്ല അത് കേർഡാവുമ്പോൾ. മിൽക്ക് കേർഡായി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമില്ല, അതെന്ത് ചെയ്യാൻ പറ്റും, കഴിക്കാൻ പറ്റും, അതിൽ അവർക്ക് അലർജി ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ മിൽക്കിലുള്ള ചില കണ്ടൻസ് ചില ആൾക്കാർക്ക് അലർജിക് ആയിരിക്കും, പക്ഷെ കേർഡിന് ആ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കില്ല. ഞാൻ പറയുന്നത് ഇന്ത്യയിലുള്ള ആൾക്കാരുടെ കേസിലല്ല, പുറമേയുള്ള ചില ആൾക്കാർക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, മിൽക്ക് അലർജിക് ആയിട്ട് വരാറുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളുടെ മിൽക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വൈറ്റമിൻ B12 കണ്ടൻറ്റ് ഏതിലാണ് കൂടുതൽ, കേർഡിലാണ് കൂടുതൽ. അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, the lab that is present in the curd can check disease causing pathogens present in our stomach. നമ്മുടെ സ്റ്റൊമക്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഡിസീസ് കോസിങ് പാത്തജൻസിനെ ചെക്ക് ചെയ്യാൻ ആർക്ക് സാധിക്കും, ഈ ലാബിന് സാധിക്കും. അതാണ് അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതൊന്നാണ്, എന്തുകൊണ്ടാണ് കേർഡ് ഈസ് മോർ ന്യൂട്രീഷ്യസ് ദാൻ മിൽക്ക് എന്ന് പറയുന്നത്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്. അതിൻ്റെ റീസൺസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. സോ ഫസ്റ്റ് പറഞ്ഞത് ഏതാണ്, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അല്ലെങ്കിൽ ലാക്ടോബാസിലസ് എന്ന് പറയും. ഇവരെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, മിൽക്കിനെ കേർഡാക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത്, നമ്മളുടെ വീട്ടിൽ ഇഡ്ഡലി ദോശ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇഡ്ഡലിയും ദോശയ്ക്കൊക്കെ ഉള്ള മാവ് നമ്മൾ എന്ത് ചെയ്യും, തലേ ദിവസമാണ് അരച്ച് വയ്ക്കുക. തലേ ദിവസം നമ്മൾ മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാലും പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ആ മാവ് എന്ത് ചെയ്യും, പുളിച്ച് പൊന്തും. അതായത് അത് ഫെർമെൻറ്റ് ചെയ്യും. അങ്ങനെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ആ ഡഫിനെയാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്യുക, ഈ ഇഡ്ഡലിക്കും അതേപോലെ തന്നെ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ചില ബാക്ടീരിയാസ് ആണ്. ആ ബാക്ടീരിയാസിൻ്റെ എനേറോബിക് റെസ്പിറേഷൻ, ബാക്ടീരിയാസിലെ എനേറോബിക് റെസ്പിറേഷൻ നടക്കുന്നതിൻ്റെ റിസൾട്ടായിട്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് ഈ മാവ് എന്ത് ചെയ്യുന്നത്, പൊന്തി വരുന്നത്. സോ ബാക്ടീരിയൽ ഫെർമെൻറ്റേഷൻ ആണ് അവിടെ നടക്കുന്നത്. ആ ഒരു ഡഫിൽ എന്ത് ചെയ്യും, ബാക്ടീരിയ ആക്ട് ചെയ്ത് ആ ബാക്ടീരിയ എനേറോബിക് ആയിട്ട് റെസ്പയർ ചെയ്ത് അതിൻ്റെ റിസൾട്ടായിട്ട് മാവ് എന്ത് ചെയ്യും, ഈ ഡഫ് എന്ത് ചെയ്യും, പുളിക്കുകയും അത് പൊന്തി വരികയും ചെയ്യും. അപ്പോൾ മാവ് പൊന്തി വരാനുള്ള റീസൺ എന്ന് പറയുന്നത് അവിടെ എനേറോബിക് റെസ്പിറേഷൻ നടക്കും. എനേറോബിക് റെസ്പിറേഷൻ്റെ റിസൾട്ടായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഈ മാവ് എന്ത് ചെയ്യാൻ തുടങ്ങും, റൈസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ആ മാവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ. അതാണ് രണ്ടാമത്തത് പറയുന്നത്. അതേപോലെ തന്നെ ദ പഫ്ഡ് അപ്പ് അപ്പിയറൻസ് ഓഫ് ദ ഡഫ് ഈസ് ഡ്യൂ ടു ദ പ്രൊഡക്ഷൻ ഓഫ് CO2 ഗ്യാസ്. എന്തുകൊണ്ടാണ് ഈ ഡഫ് പൊന്തുന്നത് അല്ലെങ്കിൽ പഫപ്പ് ചെയ്യുന്നത്, അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ ഏത് ഗ്യാസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ രണ്ടാമത്തെ കാര്യം ക്ലിയർ ആയല്ലോ. രണ്ടാമത് എന്താ നമ്മൾ പറഞ്ഞത്, ഇഡ്ഡലിൻ്റെയും അതേപോലെ തന്നെ ദോശയ്ക്കൊക്കെ ഉള്ള മാവ് പുളിച്ച് പൊന്തുക അല്ലേ, അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ബാക്ടീരിയൽ ഫെർമെൻറ്റേഷൻ ആണ്. സോ അതാണ് രണ്ടാമത്തത്. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് ഏതാണ്, ബേക്കേഴ്സ് ഈസ്റ്റ്. ബേക്കേഴ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ സെക്കാരോമൈസസ് സെർവീസിയെ എന്ന് പറയും. ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫംഗസ് ആണ്, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫംഗസ് ആണ് ഇത് ഈസ്റ്റ് എന്ന് പറയുന്നത്. അതും ഏത് ഈസ്റ്റാണ്, സെക്കാരോമൈസസ് സെർവീസിയെ എന്ന് പറയുന്ന ഈ ഈസ്റ്റിനെ നമ്മൾ അറിയപ്പെടുന്നത് ബേക്കേഴ്സ് ഈസ്റ്റ് എന്നാണ്. ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് അറിയപ്പെടും. ഇവിടെ ഇതിനെ ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാവുണ്ടല്ലോ, ആ ഡഫ് ഉണ്ടല്ലോ, അതിന് ഏതിനെയാണ് യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ഈസ്റ്റിനെയാണ് യൂസ് ചെയ്യുന്നത്. ഈസ്റ്റ് എന്ന് പറയുന്ന ഫംഗസിനെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് യൂസ് ടു മേക്ക് ബ്രെഡ് ബൈ ഫെർമെൻറ്റിംഗ് ഡഫ്. ആ ബ്രെഡ് ഉണ്ടാക്കാനുള്ള ഡഫിനെ ഫെർമെൻറ്റ് ചെയ്യാൻ ആരെയാണ് യൂസ് ചെയ്യുന്നത്, ഈസ്റ്റിനെയാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഈസ്റ്റാണ്, സെക്കാരോമൈസസ് സെർവീസി. അതുകൊണ്ട് ബേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബേക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഈസ്റ്റ് ആയതുകൊണ്ട് അതിനെന്തെന്ന് പറയും, ബേക്കേഴ്സ് ഈസ്റ്റ് എന്നും കൂടെ പറയും. അപ്പോൾ ബേക്കേഴ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ സെക്കാരോമൈസസ് സെർവീസിയ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ബ്രെഡ് ബൈ ഫെർമെൻറ്റിംഗ് ഡഫ്. ഡഫ് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഈസ്റ്റിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ കാര്യമായല്ലോ. ഇനി അടുത്തതാണ് ഇത് ടഡി. ടഡി കേട്ടിട്ടുണ്ടാവുമല്ലോ. ടഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ള്. ടഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ഫെർമെൻറ്റിംഗ് ദ സാപ്പ് ഫ്രം പാം. അതായത് നമ്മളുടെ ഒന്നുകിൽ പനയാവാം അല്ലെങ്കിൽ നമ്മളുടെ സാധാരണ തെങ്ങ്.
ഈ തെങ്ങിൽ നിന്നൊക്കെയാണ് എന്തുണ്ടാക്കുന്നത്, അതിൻ്റെ സാപ്പ് ഉണ്ടല്ലോ, നമ്മൾ പൂക്കില വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ മോൾ ഭാഗം എന്ത് ചെയ്യും, കട്ട് ചെയ്യും. എന്നിട്ട് ആ സാപ്പിൽ നിന്നാണ് എന്തുണ്ടാക്കുന്നത്, ഈ ടൊഡി ഉണ്ടാക്കുന്നത്. അതിന് അവർ നമ്മൾ ചെത്താൻ വേണ്ടിയിട്ട്, കള്ള് ചെത്തിയിറക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യും, ഇത് എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ നിന്ന് സാപ്പ് എന്ത് ചെയ്യും, എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ആ സാപ്പിന് എന്ത് ചെയ്യും, ഇനി അതിനെ പിന്നീട് ഫെർമെൻറ്റ് ചെയ്യും. അതാണ് പിന്നീട് എന്തായിട്ട് ഉപയോഗിക്കുന്നത്, ഒരു ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൊഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ഫെർമെൻറ്റിങ് സാപ്പ് ഫ്രം പാം ട്രീയിൽ നിന്നുള്ള സാപ്പ് എന്നാണ് എന്തുണ്ടാക്കുന്നത്, അതിന് ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് ടൊഡി ഉണ്ടാക്കുന്നത്. ഇനി ഇത് കൂടാതെ വേറെ എന്തിനൊക്കെയാണ് മൈക്രോബ്സ് യൂസ് ചെയ്യുന്നത്, മൈക്രോബ്സിന് നമ്മൾ ഫിഷ്, അതേപോലെ തന്നെ ബാംബൂ ഷൂട്ട്സ്, സോയാബീൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഇതിനെയൊക്കെ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യാറുണ്ട്, മൈക്രോബ്സിനെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കൂടാതെ പിന്നെ വേറെ ഏത് കാര്യത്തിനാണ് മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നത്, നമ്മളുടെ ഫിഷിനെ, അതേപോലെ തന്നെ സോയാബീൻ, പിന്നെ ഏതാണ്, പിന്നെ ബാംബൂ ഷൂട്ട്സ്, ഇതൊക്കെ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ഫുഡ് ഐറ്റംസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെയൊക്കെ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യുന്നുണ്ട്, ഈ മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൂടാതെ നമ്മൾ ചീസ് ഉണ്ടാക്കാറുണ്ട്. ചീസ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. ആ ചീസ് ഉണ്ടാക്കുന്നത് എന്തിനുപയോഗിച്ചിട്ടാണ്, ഈ മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ചീസ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ചീസ് ഉണ്ട്. ഒന്ന് സ്വിസ് ചീസും അതേപോലെ തന്നെ റോക്ക്ഫോർട്ട് ചീസും. ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. 2 ടൈപ്പിലുള്ള ചീസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് സ്വിസ് ചീസും മറ്റൊന്ന് ഇതാണ് റോക്ക്ഫോർട്ട് ചീസാണ്. അതിന് യൂസ് ചെയ്യുന്ന മൈക്രോബ്സും ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസമുണ്ട്, അതിൻ്റെ ടെക്സ്ചറിലും ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇതിൽ സ്വിസ് ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വലിയ വലിയ ഹോൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ലാർജ് ഹോൾസ് ആയിരിക്കും ഏതിലുണ്ടാവുക, സ്വിസ് ചീസ് ഉണ്ട്. നമ്മൾ ഈ ടോം ആൻഡ് ജെറി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിലുണ്ടാവും ചീസ്, അതിൽ വലിയ വലിയ ഹോൾസ് ഉള്ള ചീസ് കണ്ടിട്ടില്ലേ, ആ സാധനമാണ് ഇത് സ്വിസ് ചീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഈ ലാർജ് ഹോൾസ് ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെ ലാർജ് എമൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് വലിയ വലിയ ഹോൾസ് അവിടെ ഉണ്ടാകുന്നത്. ഇനി സ്വിസ് ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയയാണ്. സ്വിസ് ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയത്തിൻ്റെ പേരാണ് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി. ആ പേര് പഠിച്ചിരിക്കണം, പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി. ഈ ബാക്ടീരിയയാണ് എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, സ്വിസ് ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സ്വിസ് ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ബാക്ടീരിയയാണ്. ആ ബാക്ടീരിയത്തിൻ്റെ പേരാണ് പ്രൊപ്പിയോണി ബാക്ടീരിയം ഷെർമാനി എന്ന് പറയുന്നത്. സ്വിസ് ചീസിൻ്റെ പ്രത്യേകത അതിൽ ലാർജർ ഹോൾസ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ഈ ലാർജർ ഹോൾസിൻ്റെ റീസൺ എന്ന് പറയുന്നത് എന്താണ്, ലാർജ് എമൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ റോക്ക്ഫോർട്ട് ചീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെല്ലും ടെക്സ്ചറൊക്കെ ഉണ്ടായിരിക്കും. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ഫംഗസാണ്. ഒരു ഫംഗസാണ് എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, റോക്ക്ഫോർട്ട് ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഫംഗസിൻ്റെ പേരാണ് പെൻസിലിയം റോക്ക്ഫോർട്ടി. പെൻസിലിയം റോക്ക്ഫോർട്ടി എന്ന് പറയുന്ന ഫംഗസ് ആണ് എന്തിനു വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, റോക്ക്ഫോർട്ട് ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സോ റോക്ക്ഫോർട്ട് ചീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഈ പറയുന്ന ഒരു ഫംഗസാണ്. ആ ഫംഗസിൻ്റെ പേരാണ് പെൻസിലിയം റോക്ക്ഫോർട്ടി എന്ന് പറയുന്നത്. സോ റോക്ക്ഫോർട്ട് ചീസ് ഈസ് റൈപ്പൺഡ് ബൈ ഗ്രോവിങ് എ ഫംഗസ് ദാറ്റ് ഈസ് പെൻസിലിയം റോക്ക്ഫോർട്ടി ഓൺ ദം. ഇതാണ് പെൻസിലിയം റോക്ക്ഫോർട്ടി എന്ന് പറയുന്നത്. ഇതാണ് പ്രൊപ്പിയോണി ബാക്ടീരിയം. ഇത് പ്രൊപ്പിയോണി ബാക്ടീരിയം, ഇത് പെൻസിലിയം റോക്ക്ഫോർട്ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ ചീസിൻ്റെ കേസ് പറഞ്ഞത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ വരുന്നത്, മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ വരുന്നത്. മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് മിൽക്കിനെ കേടാക്കാൻ വേണ്ടിയിട്ട് ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ബാക്ടീരിയയാണ് ഇത് ലാബ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാക്ടോബാസിലസ് എന്ന് പറയും. പിന്നെ നമ്മൾ കേർഡിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം രണ്ടാമത്തെ പറഞ്ഞത് ഇഡ്ഡലി, ദോശ അങ്ങനെയുള്ള സാധനങ്ങൾക്കുള്ള ഡഫ്, അത് ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്, ബാക്ടീരിയയാണ്. അങ്ങനെ ബാക്ടീരിയൽ ഫെർമെൻറ്റേഷൻ്റെ റിസൾട്ടായിട്ടാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കുള്ള മാവ് എന്ത് ചെയ്യുന്നത്, പഫപ്പ് ചെയ്യുന്നത് അല്ലേ. ഇനി മൂന്നാമത് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, നമ്മൾ ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്, ഒരു ഫംഗസിനെയാണ്, ഈസ്റ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബ്രെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബ്രെഡ് ഉണ്ടാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഒരു ഈസ്റ്റാണ്. ആ ഈസ്റ്റിൻ്റെ പേരെന്തായിരുന്നു, സെക്കാരോമൈസസ് സെറീസിയ. അങ്ങനെ ബേക്കേഴ്സ് യൂസ് ചെയ്യുന്ന ഈസ്റ്റ് ആയതുകൊണ്ട് അതിന് എന്തെന്നും കൂടെ പേരുണ്ട്, ബേക്കേഴ്സ് ഈസ്റ്റ് എന്നും കൂടെ പേരുണ്ട് അല്ലേ. ഈസ്റ്റിന് ബേക്കേഴ്സ് ഈസ്റ്റ് എന്നും കൂടി വിളിക്കും. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ പറയുന്നത് ജൊഡീൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്
ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? മൈക്രോബ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് ഫെർമെൻറ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് ആ ഡ്രിങ്ക് ഫോം ചെയ്യുന്നത്. പിന്നെ ഫിഷ്, സോയാബീൻ, അതേപോലെ തന്നെയുള്ള ബാംബൂ ഷൂട്ട് പോലെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് ചീസിൻ്റെ കേസാണ്. ചീസ് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഇൻവോൾവ് ചെയ്യുന്ന ബാക്ടീരിയാസും, ഒന്ന് ഒരു ബാക്ടീരിയയും മറ്റൊന്ന് ഏതാണ്? ഒരു ഫംഗസുമാണ് ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത്രയുമാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? മൈക്രോബ്സ് ഇൻ ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സിൽ പറയാനുള്ളത്. ഇനി അടുത്തത് പറയുന്നത് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ആണ്. സോ മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൽ എങ്ങനെയാണ് മൈക്രോബ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈക്രോബ്സ് ഏതൊക്കെ രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു പാർട്ടിൽ പറയുന്നത്. സോ മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൽ ആദ്യം പറയുന്നത് ബീവറേജസും അതേപോലെ തന്നെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. സോ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ബീവറേജസ്, ആൻറ്റിബയോട്ടിക് എറ്റ്സെട്ര ഓൺ ഇൻഡസ്ട്രിയൽ സ്കെയിൽ എന്ന് പറയുമ്പോൾ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആയിരിക്കും. അങ്ങനെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മൈക്രോബ്സിന് എന്ത് ചെയ്യേണ്ടി വരും? ലാർജ് സ്കെയിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് അവർ എന്തായിരിക്കും യൂസ് ചെയ്യുക? ഒരു ലാർജ് വെസൽസ് ആണ് യൂസ് ചെയ്യുക. ആ ലാർജ് വെസൽസിനെ പറയുന്ന പേരാണ് ഫെർമെൻറ്റേഴ്സ്. ആ ലാർജ് വെസൽസിനെ പറയുന്ന പേരെന്താണ്? ഫെർമെൻറ്റേഴ്സ്. സോ ഫെർമെൻറ്റേഴ്സ് ആർ ലാർജ് വെസൽസ് യൂസ്ഡ് ടു കൾച്ചർ മൈക്രോബ്സിനെ കൾച്ചർ അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാർജ് വെസൽസിനെയാണ് എന്തെന്ന് പറയുക? ഫെർമെൻറ്റേഴ്സ് എന്ന് പറയുക. അതും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അതെന്തൊക്കെ ആവാം? ഒരുപാട് കാര്യങ്ങൾ വരാം. അത് ഒരു പക്ഷേ ബിവറേജസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് ഫെർമെൻറ്റഡ് ബീവറേജസിൽ എങ്ങനെയാണ് ഫെർമെൻറ്റഡ് ബീവറേജസ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനെങ്ങനെയാണ് മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഫെർമെൻറ്റഡ് ബീവറേജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈസ്റ്റിനെയാണ്. ആ ഈസ്റ്റിനെ നമ്മൾ ഇവിടെ വിളിക്കുന്ന പേരെന്താണ്? ബ്രീവേഴ്സ് ഈസ്റ്റ് എന്നാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സെയിം ഈസ്റ്റ് തന്നെയാണ് സെക്കാരോമൈസസ് സെർവീസിയ എന്ന് പറയുന്ന ഈസ്റ്റിന് തന്നെയാണ് എവിടെ യൂസ് ചെയ്യുന്നത്? ഇവിടെ ഈ ഫെർമെൻറ്റഡ് ബീവറേജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബീവറേജസിൽ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് എന്തെന്നാണ് പറയുന്നത്? ബ്രീവേഴ്സ് ഈസ്റ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. സെക്കാരോമൈസസ് സെർവീസിയ ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫെർമെൻറ്റഡ് ബീവറേജസ് ബൈ ഫെർമെൻറ്റിംഗ് മാൾട്ടഡ് സിറിയൽസ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസസ്. മാൾട്ടഡ് സിറിയൽസും അതേപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ ഫെർമെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? ഈ ഫെർമെൻറ്റഡ് ബീവറേജസ് ഉണ്ടാക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഫെർമെൻറ്റ് ചെയ്യുന്നത്? ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എത്തനോൾ. ആൽക്കഹോളിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എത്തനോളിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ ഈ പറയുന്ന ഫ്രൂട്ട് ജ്യൂസസിനെയും അതേപോലെ തന്നെ മാൾട്ടഡ് സിറിയൽസിനെയും എന്ത് ചെയ്യുന്നത്? ഫെർമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പറയുന്ന ഫെർമെൻറ്റഡ് ബീവറേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഫെർമെൻറ്റഡ് ബീവറേജസിൽ വരുന്നതാണ് വൈൻ, ബിയർ, വിസ്കി, റം, ബ്രാൻഡി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്? ഫെർമെൻറ്റഡ് ബീവറേജസിൽ വരുന്നതാണ്. ഈ ഫെർമെൻറ്റഡ് ബീവറേജസ് തന്നെ നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. ഒന്ന് വിത്ത് ഡിസ്റ്റിലേഷനും ഒന്ന് വിത്തൗട്ട് ഡിസ്റ്റിലേഷനും. വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ വഴി ഉണ്ടാക്കുന്ന, ഡിസ്റ്റിലേഷൻ ചെയ്യാണ്ട് ഉണ്ടാക്കുന്ന 2 ബീവറേജസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? വൈനും അതേപോലെ തന്നെ ബിയറുമാണ്. വൈനും ബിയറും എന്ത് വഴിയാണ്? വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഡിസ്റ്റിലേഷൻ ചെയ്യാണ്ടാണ് വൈനും ബിയറും ഉണ്ടാക്കുന്നത്. ബാക്കി ബ്രാൻഡി, വിസ്കി, റം, ജിൻ, അരാക്ക് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? എന്ത് വഴിയാണ് ഉണ്ടാക്കുന്നത്? ഡിസ്റ്റിലേഷൻ വഴിയാണ്. ഡിസ്റ്റിലേഷൻ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് വിസ്കി, ബ്രാൻഡി, റം, ജിൻ, അരാക്കൊക്കെ. അപ്പോൾ ആ ഫെർമെൻറ്റ് ചെയ്ത ബ്രോത്തിനെ പിന്നെയും എന്ത് ചെയ്യും? അതിനെ ഡിസ്റ്റിലേഷൻ നടത്തും. അങ്ങനെ ഡിസ്റ്റിലേഷൻ നടത്തിയിട്ടാണ് ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ ആദ്യം പറയുന്നത് ഫെർമെൻറ്റഡ് ബീവറേജസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റിനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഈ എത്തനോളിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈസ്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് എന്ന് പറയുന്നത് സെക്കാരോമൈസസ് സെർവീസിയ. സെക്കാരോമൈസസ് സെർവീസിയ ഈസ് otherwise known as brewer's yeast. ഇവിടെ ഇതിനെ brewer's yeast എന്നാണ് യൂസ് ചെയ്യുന്നത്. and that is used for the production of beverages by fermenting malted cereals and fruit juices for the production of ethanol. And these beverages, fermented beverages, are produced by 2 different methods, like with distillation and without distillation. With distillation നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പറയുന്ന ബീവറേജസ് എന്ന് പറയുന്നതാണ് വിസ്കി, ബ്രാൻഡി, റം, ജിൻ ഒക്കെ. എന്നാൽ വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ വഴി ചെയ്യുന്നതാണ് ഇത്? വൈന്, അതേപോലെ തന്നെ ബിയറൊക്കെ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ്
ഫെർമെൻറ്റഡ് ബീവറേജസിൽ പറയുന്നത്. ഇനി അടുത്തത് ആൻറ്റിബയോട്ടിക്സ്. വാട്ട് ആർ ആൻറ്റിബയോട്ടിക്സ്? Antibiotics are chemicals produced by microbes or which are used to kill other microbes. അതായത് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില കെമിക്കൽസ് ആണ് എന്ത് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ആൻറ്റിബയോട്ടിക്സ് ആർ ദ കെമിക്കൽസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സം മൈക്രോബ്സ് ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കിൽ സം അതർ മൈക്രോബ്സ്. ചില മറ്റുള്ള ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോബ്സിനെ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്? ഈ ആൻറ്റിബയോട്ടിക്സിനെ യൂസ് ചെയ്യുന്നത്. സോ ആൻറ്റിബയോട്ടിക്സ് ആർ കെമിക്കൽ സബ്സ്റ്റൻസസ് പ്രൊഡ്യൂസ്ഡ് ബൈ സം മൈക്രോബ്സ്. ആൻറ്റിബയോട്ടിക്സ് ആർ chemical substances which are produced by some microbes and can kill or retard the growth of pathogens. Pathogens എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസീസ് കോസിങ് മൈക്രോബ്സിനെയാണ് നമ്മൾ പാത്തജൻസ് എന്ന് പറയുക. ആ പാത്തജൻസിനെ കിൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യാനോ വേണ്ടിയിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്? ആൻറ്റിബയോട്ടിക്സിനെ യൂസ് ചെയ്യുന്നത്. സോ ഈ ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഡിസീസസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്ലേഗ്, വൂപ്പിംഗ് കഫ്, ഡിഫ്തീരിയ, ലെപ്രസി എന്നൊക്കെ പറയുന്ന ഒരുപാട് ബാക്ടീരിയൽ ഡിസീസസ് അല്ലെങ്കിൽ മൈക്രോബിയൽ ആയിട്ടുള്ള ഡിസീസസിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യുന്നു? ആൻറ്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ആൻറ്റിബയോട്ടിക്സ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ഫസ്റ്റ് ഒരു ആൻറ്റിബയോട്ടിക്കിനെ ഐഡൻറ്റിഫൈ ചെയ്തത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ആദ്യമായിട്ട് കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് പെൻസിലിൻ ആണ്. And that penicillin is extracted from Penicillium notatum. Penicillium notatum എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഈ പറയുന്ന പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഒരു ഇൻവെൻഷൻ ആയിരുന്നു. ആക്സിഡൻ്റൽ ആയിട്ടുള്ളൊരു ഇൻവെൻഷൻ ആയിരുന്നു ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ പ്രൊഡക്ഷൻ. അതായത് പെൻസിലിൻ എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ ഡിസ്കവറി എന്ന് പറയുന്നത് ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറിയാണ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ അദ്ദേഹത്തിൻ്റെ വർക്ക് നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ആ കൾച്ചർ പ്ലേറ്റ് ഉണ്ടല്ലോ, അത് അദ്ദേഹം വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അൺവാഷ്ഡ് ആയിട്ടുള്ള ആ പ്ലേറ്റിൽ നോക്കിയപ്പോൾ ഒരു മോൾഡ് ഫോം ചെയ്തത് കണ്ടു. അതായത് ആ കൾച്ചർ പ്ലേറ്റിൽ ഒരു പാർട്ടിലായിട്ട് ഒരു മോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു പൂപ്പൽ പോലെ ഒരു പാർട്ട് ഒരു ലെയർ പോലെ ഒരു പാട പോലത്തെ ഒരു സാധനം ഫോം ചെയ്തത് അയാൾ കണ്ടു. അപ്പോൾ ഇദ്ദേഹം ഇത് കണ്ടപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെയാണോ ഈ മോൾഡ് ഫോം ചെയ്തിട്ടുള്ളത് ആ റീജിയണിലൊന്നും ആർക്ക് ഗ്രോ ചെയ്യാൻ പറ്റണില്ല? ഈ സ്റ്റെഫൈലോകോക്കൈ എന്ത് ചെയ്യുന്നില്ല? ഗ്രോ ചെയ്യുന്നില്ല. ഈ മോൾഡ് ഉള്ള റീജിയണിൽ ഒന്നും ആരില്ല? ഈ പറയുന്ന അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ഭാഗത്തൊന്നും ഈ പറയുന്ന സ്റ്റെഫൈലോകോക്കൈ കാണുന്നില്ല. ബാക്കി എല്ലാ റീജിയണിലും ഉണ്ട്, ഇതിൽ മാത്രം എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു? ആ മോൾഡിനെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തു. ആ മോൾഡാണ് ഇത് പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്നത്. ആ അൺവാഷ്ഡ് ആയിട്ടുള്ള ആ പ്ലേറ്റിൽ നിന്ന് ഈ പെൻസിലിയം നൊട്ടേറ്റത്തിനെ അതിനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ആ പെൻസിലിയം നൊട്ടേറ്റം സിന്തസൈസ് ചെയ്യുന്ന ആ കെമിക്കലിനെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ചെയ്തത് എന്താണ്? എക്സ്ട്രാക്റ്റഡ് ദ പെൻസിലിൻ ഫ്രം ദിസ് പെൻസിലിയം നൊട്ടേറ്റം. എന്നിട്ടാണ് ഈ പെൻസിലിൻ എന്താണെന്ന് മനസ്സിലാക്കിയത്? ഒരു ആൻറ്റിബയോട്ടിക് ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ഐഡൻറ്റിഫൈ ചെയ്തത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ കെമിക്കൽസ് സിന്തസൈസ്ഡ് ബൈ മൈക്രോബ്സ് എഗെയിൻസ്റ്റ് മൈക്രോബ്സ്. അതായത് എഗെയിൻസ്റ്റ് ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോബ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ആണ് എന്ത്? ഈ പറയുന്ന ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് പെൻസിലിൻ ആണ്. ആൻഡ് ദാറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആൻഡ് ദാറ്റ് ഇസ് എൻ ആക്സിഡൻ്റൽ ഇൻവെൻഷൻ. എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ കൾച്ചർ പ്ലേറ്റിൽ, അൺവാഷ്ഡ് ആയിട്ടുള്ള കൾച്ചർ പ്ലേറ്റിൽ ഒരു മോൾഡ് ഫോം ചെയ്യുന്നത് കാണും. ആ മോൾഡിനെ അദ്ദേഹം എന്ത് ചെയ്തു? എടുത്തിട്ട് അതിനെ കൾച്ചർ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ നിന്ന് അത് സെക്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്യുന്ന ആ ഒരു കെമിക്കലിന് എന്ത് ചെയ്തു? പെൻസിലിൻ എന്ന് പറയുന്ന കെമിക്കലിനെ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്തിനെ ഐഡൻറ്റിഫൈ ചെയ്തത്? ഫസ്റ്റ് ആൻറ്റിബയോട്ടിക് ആയിട്ടുള്ള പെൻസിലിനെ ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ പെൻസിലിയം നൊട്ടേറ്റം സിന്തസൈസ് ചെയ്യുന്ന ഈ ഒരു എക്സ്ട്രാക്റ്റിൽ നിന്ന് ഈ എക്സ്ട്രാക്റ്റിന് എന്തിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്? ഈ സ്റ്റെഫൈലോകോക്കസിൻ്റെ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി. അതിനുശേഷം ഏണസ്റ്റ് ചെയിനും അതേപോലെ തന്നെ ഹവാർഡ് ഫ്ലോറി മറ്റ് രണ്ട് സയൻറ്റിസ്റ്റുകളാണ് ഏണസ്റ്റ് ചെയിൻ ആൻഡ്
ഏണസ്റ്റൈൻ ആൻഡ് ഹവാർഡ് ഫ്ലോറെ ഇവരെന്ത് ചെയ്തു ഈ പെൻസിലിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു ആൻറ്റിബയോട്ടിക് ആണ്, അതിൻ്റെ കൂടുതൽ മെഡിസിനൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളും ആര് ഐഡൻറ്റിഫൈ ചെയ്തു? ഇവർ രണ്ടുപേരും ഐഡൻറ്റിഫൈ ചെയ്തു. സോ ഏണസ്റ്റൈൻ ആൻഡ് ഹവാർഡ് ഫ്ലോറെ എസ്റ്റാബ്ലിഷ് ദ ഫുൾ പൊട്ടൻഷ്യൽ ആസ് എ എഫക്റ്റീവ് ആൻറ്റിബയോട്ടിക്. അവരാണ് എന്ത് ചെയ്തത്? ഈ പറയുന്ന പെൻസിലിൻ്റെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഒരു ആൻറ്റിബയോട്ടിക് എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഐഡൻറ്റിഫൈ ചെയ്തത് ഇവർ രണ്ടുപേരാണ്. ഈ പറയുന്ന പെൻസിലിനെ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തത് ആരായിരുന്നു? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. അതിനുശേഷം നല്ലൊരു ആൻറ്റിബയോട്ടിക് എന്നുള്ള രീതിയിൽ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത് ഇവർ രണ്ടുപേരുമാണ്. അതുകൊണ്ട് തന്നെ ഈ 3 പേർക്കും 1945 എന്ത് ലഭിക്കുകയാണ്? നൊബേൽ പ്രൈസ് ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയാണ് എന്തിൻ്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത്? പെൻസിലിൻ്റെ ഇൻവെൻഷൻ എന്ന് പറയുന്നത്. സോ പെൻസിലിൻ ഈസ് എ ആൻറ്റിബയോട്ടിക്. അപ്പോൾ ആ ആൻറ്റിബയോട്ടിക് നമുക്ക് എന്തിനാണ് കിട്ടിയത്? ഈ പറയുന്ന പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന മൈക്രോബിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. സോ അവിടെ പെൻസിലിയം നൊട്ടേറ്റം എന്ന് പറയുന്ന ഈ മൈക്രോബ് നമുക്ക് ഹാംഫുൾ ആണോ ഹെൽപ്ഫുൾ ആണോ? നമുക്കത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മൈക്രോബാണ് അല്ലേ? അപ്പോൾ അവർ ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പറയുന്നത് കെമിക്കൽസ്, എൻസൈംസ് ആൻഡ് അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. ചില കെമിക്കൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചില എൻസൈംസിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആരെ യൂസ് ചെയ്യുന്നുണ്ട്? മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് വരുന്നത് ഓർഗാനിക് ആസിഡ്സ്. ആദ്യം പറയുന്നത് ഓർഗാനിക് ആസിഡ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ മൈക്രോബ്സിനെ എന്തൊക്കെ ഓർഗാനിക് ആസിഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു കോളത്തിൽ പറയുന്നത്. സോ ആസിഡ് പ്രൊഡ്യൂസർ മൈക്രോബ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. സോ ഫസ്റ്റ് വരുന്നത് ആസ്പെർജില്ലസ് നിഗർ. ആസ്പെർജില്ലസ് നിഗർ ഇറ്റ് ഈസ് എ ഫംഗസ്. ആസ്പെർജില്ലസ് നിഗർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗസ് ആണ്. ഈ ആസ്പെർജില്ലസ് നിഗറിന് ആണ് എന്തുണ്ടാക്കുന്നത്? സിട്രിക് ആസിഡ് ഉണ്ടാക്കുന്നത്. സോ സിട്രിക് ആസിഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബ് ഏതാണ്? ആസ്പെർജില്ലസ് നിഗർ ആൻഡ് ഇറ്റ്സ് എ ഫംഗസ്. ഇനി രണ്ടാമത്തത് അസറ്റോബാക്ടർ അസറ്റി. ആ പേര് തന്നെ നോക്കുക, അസറ്റോബാക്ടർ അസറ്റി. ഇറ്റ് ഈസ് എ ബാക്ടീരിയ. അതൊരു ബാക്ടീരിയ ആണ്. ദാറ്റ് ഈസ് യൂസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്? അസറ്റോബാക്ടർ അസറ്റിയെ യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തത് ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം. ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം ആൻഡ് ഇറ്റ്സ് ഓൾസോ എ ബാക്ടീരിയ. അതും ഒരു ബാക്ടീരിയ ആണ്. ഈ ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ബ്യൂട്രിക് ആസിഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ബ്യൂട്രിക് ആസിഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ലാക്ടോബാസില്ലസ്. ലാക്ടോബാസില്ലസ് എന്ന് പറയുന്നത് അതും ഒരു ബാക്ടീരിയ ആണ്. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ്. ലാക്ടോബാസില്ലസ് ലാക്റ്റിക് ആസിഡിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ആസ്പെർജില്ലസ് നിഗർ. മറ്റേത് അസറ്റോബാക്ടർ, ഇത് ബ്യൂട്ടിലിക്കം, ക്ലോസ്ട്രിഡിയം ബ്യൂട്ടിലിക്കം. അതേപോലെ തന്നെ മറ്റേത് ലാക്ടോബാസില്ലസ് എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് അതിൽ കാണുന്നത്. സോ ഒന്ന് ആസ്പെർജില്ലസ് നിഗർ എന്ന് പറയുന്നത് ഒരു ഫംഗസും ബാക്കി 3 ഏതാണ്? ബാക്ടീരിയാസുമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കോളം നിങ്ങൾക്ക് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൈക്രോബ്സിൻ്റെ പേര് തരും, ചിലപ്പോൾ അതിൻ്റെ ഓർഗാനിക് ആസിഡ് ഏതാണെന്ന് തരുന്നുണ്ടാവില്ല, ചിലപ്പോൾ ഓർഗാനിക് ആസിഡ് തന്നിട്ടുണ്ടായിരിക്കും, മൈക്രോബ് ഏതാണെന്ന് തന്നിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. സോ ഫസ്റ്റ് വൺ ആസ്പെർജില്ലസ് നിഗർ, ഇറ്റ് ഇസ് എ ഫംഗസ് ആൻഡ് ദിസ് പ്രൊഡ്യൂസ് or this helps in the production of citric acid. Second one is Acetobacter aceti. It is a bacterium and that helps in the production of acetic acid. Third one is Clostridium butylicum. That is also a bacteria and helps in the production of butylic acid. And the fourth one is Lactobacillus. Lactobacillus is also a bacteria and that is used for the production of lactic acid. അപ്പോൾ ഈ ഓർഗാനിക് ആസിഡ്സിൻ്റെ ഒക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് ആൽക്കഹോൾ. ആൽക്കഹോളിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൽക്കഹോളിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മൈക്രോബ് ഏതാണെന്ന് നമ്മൾ പറഞ്ഞു? ഈസ്റ്റാണ് അല്ലേ? ഈസ്റ്റിനെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൽക്കഹോൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആൽക്കഹോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഈസ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈസ്റ്റ് ഈസ് എ ഫംഗസ് ആൻഡ് it is Saccharomyces cerevisiae. It is used for the production of ethanol. എത്തനോളിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്?
ഈസ്റ്റിനെ യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഒരു ഫംഗസ് ആണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ എൻസൈംസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലിപ്പേസസ്. ലിപ്പേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസിനെയാണ് എന്തെന്ന് പറയുക? ലിപ്പേസസ് എന്ന് പറയുക. സോ ലിപ്പേസസ് ആർ യൂസ്ഡ് ഇൻ ഡിറ്റർജൻറ്റ് ഫോർമുലേഷൻ. ഡിറ്റർജൻസ് ഉണ്ടല്ലോ, നമ്മൾ തുണിയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിറ്റർജൻസ്, ആ ഡിറ്റർജൻസിൽ ആര് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ലിപ്പേസസിനെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലിപ്പേസസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓയിലി സ്റ്റെയിൻസിനൊക്കെ, നമ്മുടെ ഡ്രസ്സിലുള്ള ഓയിലി സ്റ്റെയിൻസിനെയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ലോണ്ട്രിയിലൊക്കെ അങ്ങനെയുള്ളതാണ് ഉപയോഗിക്കുന്നത്. സോ ലിപ്പേസസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിറ്റർജൻറ്റ് ഫോർമുലേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഡിറ്റർജൻറ്റ് ഫോർമുലേഷന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഹെൽപ്സ് ഇൻ ദ റിമൂവൽ ഓഫ് ഓയിലി സ്റ്റെയിൻസ് ഫ്രം ലോണ്ട്രി. അടുത്ത എൻസൈമാണ് പെക്റ്റിനേസസ് ആൻഡ് പ്രോട്ടിയേസസ്. പെക്റ്റിനേസസും അതേപോലെ തന്നെ പ്രോട്ടിയേസസും. ഇവിടെ ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ് പെക്റ്റിനേസസ് ആൻഡ് പ്രോട്ടിയേസസ്, ആൻഡ് ദാറ്റ് ആർ യൂസ് ടു ക്ലാരിഫൈ ബോട്ടിൽ ജ്യൂസസ്. ബോട്ടിൽ ജ്യൂസസ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന എൻസൈംസിനെ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ജ്യൂസ് നമ്മുടെ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുണ്ടാക്കുന്ന ജ്യൂസും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ജ്യൂസും ഒരേപോലെയാണോ? ബോട്ടിൽ ജ്യൂസസും ഒരേപോലെയാണോ? അല്ല. കടയിൽ നിന്ന് വാങ്ങുന്ന ജ്യൂസ് എന്ന് പറയുന്നത് കുറച്ചും കൂടിയും ക്ലിയർ ആയിരിക്കും. അതിൽ ഈ തരിയും സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ജ്യൂസ് ആയിരിക്കും, അത് ഡിഫറെൻ്റ് ആയിരിക്കും, അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ആ ബോട്ടിൽ ജ്യൂസസ് ക്ലിയർ ആയിരിക്കും. നമ്മളുടെ നോർമൽ ആയിട്ടുള്ള ജ്യൂസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബോട്ടിൽ ജ്യൂസസ് ക്ലാരിഫൈ ചെയ്തിട്ടുള്ളതായിരിക്കും. അങ്ങനെ ആ ബോട്ടിൽ ജ്യൂസസ് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈംസ് ആണ് പെക്റ്റിനേസസ് ആൻഡ് പ്രോട്ടിയേസസ്. സോ ലോണ്ട്രിയിൽ യൂസ് ചെയ്യുന്നത് ലിപ്പേസസ്, ബോട്ടിൽ ജ്യൂസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈം പ്രോട്ടിയോസസ് ആൻഡ് പെക്റ്റിനേസസ്. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഏത്? സ്ട്രെപ്റ്റോകൈനേസ്. സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് ഏത്? സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത്. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ അതിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈമാണ് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ. ഒരു ക്ലോട്ട് ഉണ്ടാവില്ല, ഇപ്പോൾ നമ്മുടെ ഹാർട്ടിൽ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിലൊക്കെ ക്ലോട്ട്സ് ഫോം ചെയ്യും. ബ്ലഡ് ഇങ്ങനെ കട്ട കൂടിയിട്ട് ബ്ലഡ് ക്ലോട്ട്സ് ഫോം ചെയ്യും. ആ ക്ലോട്ട്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബേഴ്സ്റ്റ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈമാണ് ഇത്? സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത്. സോ സ്ട്രെപ്റ്റോകൈനേസ് ഈസ് എൻ എൻസൈം പ്രൊഡ്യൂസ്ഡ് ഫ്രം സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയ. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്നതാണ് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ. അതെന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്? ഒരു ക്ലോട്ട് ബസ്റ്റർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ക്ലോട്ട്സിനെ ബേഴ്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനെ യൂസ് ചെയ്യുന്നത്. സോ സ്ട്രെപ്റ്റോകൈനേസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ ടു റിമൂവ് ക്ലോട്ട്സ് ഫ്രം ദ ബ്ലഡ് വെസൽസ് ഓഫ് പേഷ്യൻസ് ഹു ഹാവ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. മയോകാർഡിയൽ ഇൻഫ്രാക്ഷനുള്ള പേഷ്യൻസിൽ ഈ ക്ലോട്ട്സിനെ ബേഴ്സ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആര് യൂസ് ചെയ്യും? ഈ പറയുന്ന സ്ട്രെപ്റ്റോകൈനേസിനെ യൂസ് ചെയ്യും. അപ്പോൾ ഇതാണ് എൻസൈംസിൻ്റെ കേസിൽ പറയുന്നത്. ഇനി അടുത്തത് സൈക്ലോസ്പോറിൻ എ. ബയോ ആക്റ്റീവ് മോളിക്യൂൾസിൽ വരുന്നതാണ് സൈക്ലോസ്പോറിൻ എ, സ്റ്റാറ്റിനൊക്കെ. ഇതിലെ സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസ് എന്നാണ്. അപ്പോൾ സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്ന ബയോ ആക്റ്റീവ് മോളിക്യൂൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിൽ നിന്നാണ് ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസ് എന്നാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാം. ചിലപ്പോൾ ട്രൈക്കോഡെർമ പോളിസ്പോറം തരും, അപ്പുറത്ത് അതിന് കാരണമാവുന്ന അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആ ബയോ ആക്റ്റീവ് മോളിക്യൂൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയണം? സൈക്ലോസ്പോറിൻ എ ആണെന്ന് അറിയണം. ഇനി അത് ഏത് ടൈപ്പ് ഓർഗാനിസമാണ്? ബാക്ടീരിയ ആണോ ഫംഗസ് ആണോ? അതൊരു ഫംഗസ് ആണ് അല്ലേ? സോ സൈക്ലോസ്പോറിൻ എ ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്രൈക്കോഡെർമ പോളിസ്പോറം, ദാറ്റ് ഈസ് എ ഫംഗസ്. അതെന്താണ്? ഒരു ഫംഗസ് ആണ്. ആൻഡ് ദിസ് സൈക്ലോസ്പോറിൻ എ ഈസ് യൂസ്ഡ് ആസ് എ ഇമ്മ്യൂണോ സപ്രസൻറ്റ്. ഒരു ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഇമ്മ്യൂണോ സപ്രസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബയോ ആക്റ്റീവ് മോളിക്യൂളാണ് ഇത് സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത്. ആ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നത് എങ്ങനെയുള്ള ആൾക്കാരിലായിരിക്കും? നമ്മളിപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, ആ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിൽ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. കാരണം നമ്മളുടെ ബോഡിക്കൊരു ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട്, നമ്മളുടെ ബോഡിയിലുള്ളതല്ലാത്ത എന്തെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾ നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഇജക്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി
നമ്മുടെ ബോഡിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ആൾക്കാരിൽ മറ്റേ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഓർഗൻ എന്ന് പറയുന്നത് അവരുടേതല്ലല്ലോ, സ്വന്തമായിട്ടുള്ള ഓർഗൻ അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്ത് ചെയ്യും, ആ പുതിയതായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഓർഗനെ റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്റ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. സോ നമ്മൾ ഇങ്ങനെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തികളിൽ അല്ലെങ്കിൽ പേഷ്യൻസിൽ നമ്മൾ എന്ത് കൊടുക്കും, ഈ സൈക്ലോസ്പോറിൻ എ കൊടുക്കും. അങ്ങനെ സൈക്ലോസ്പോറിൻ എ ആക്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. ഇമ്മ്യൂണിറ്റി കൂടി കഴിഞ്ഞാൽ എന്തായാലും ഓട്ടോമാറ്റിക്കലി അതിനെ റിജക്റ്റ് ചെയ്യും. ഇമ്മ്യൂണിറ്റി കുറച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കുന്നതിൻ്റെ റിസൾട്ടായിട്ട് ഇത് ഇജക്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി എന്ത് ചെയ്യും, കുറയും. അപ്പോൾ സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് എ ഇമ്മ്യൂണോ സപ്രസൻറ്റ്. അതൊരു ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ സൈക്ലോസ്പോറിൻ എ ഈസ് എ ബയോ ആക്റ്റീവ് മോളിക്യൂൾ ആൻഡ് ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്രൈക്കോഡെർമ പോളിസ്പോറം. ട്രൈക്കോഡെർമ പോളിസ്പോറം ഈസ് എ fungus and this cyclosporin A is used as a immunosuppressive agent. That is used as a immunosuppressive agents in organ transplant patients. Organ transplant patients ൽ immunosuppressive agent ആയിട്ടാണ് ആരെ യൂസ് ചെയ്യുന്നത്, ഈ സൈക്ലോസ്പോറിൻ എനെ യൂസ് ചെയ്യുന്നത്. അതേപോലെ മറ്റൊന്നാണ് സ്റ്റാറ്റിൻ. സ്റ്റാറ്റിൻ ഉണ്ടാക്കുന്നത് മൊണാസ്കസ് പർപ്യൂറിയസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് എന്നാണ്. മൊണാസ്കസ് പർപ്യൂറിയസ് ഈസ് എ കൈൻഡ് ഓഫ് ഈസ്റ്റ്. ഒരു തരം ഈസ്റ്റാണ് ഇത് മൊണാസ്കസ് പർപ്യൂറിയസ് എന്ന് പറയുന്നത്. ആ മൊണാസ്കസ് പർപ്യൂറിയസ് എന്നാണ് എന്തുണ്ടാക്കുന്നത്, സ്റ്റാറ്റിൻ എന്ന് പറയുന്ന ഈ ബയോ ആക്റ്റീവ് മോളിക്യൂൾ ഉണ്ടാക്കുന്നത്. ആൻഡ് ദാറ്റ് സ്റ്റാറ്റിൻ ഈസ് യൂസ്ഡ് ആസ് എ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ്. നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇത് സ്റ്റാറ്റിൻ എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിൻ എന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, മൊണാസ്കസ് പർപ്യൂറിയസ് അല്ലേ. അപ്പോൾ മൊണാസ്കസ് പർപ്യൂറിയസ് എന്താണ്, അതൊരു ഈസ്റ്റ് ആണ്. So this blood cholesterol lowering agent inhibits the enzyme responsible for the synthesis of cholesterol. അതായത് കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ കാരണമാവുന്ന സബ്സ്റ്റൻസുകളെ അതിൻ്റെ സിന്തസിസ് അതിൻ്റെ പ്രൊഡക്ഷൻസിനൊക്കെ ഇവരെന്ത് ചെയ്യും, കുറയ്ക്കും. അതാണ് ആര് ചെയ്യുക, സ്റ്റാറ്റിൻ ചെയ്യുക. അപ്പോൾ നമ്മളുടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഒന്ന് സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറഞ്ഞു. സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത് ഒരു എൻസൈമാണ് ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ. ഒരു ക്ലോട്ട് ബസ്റ്റർ ആയിട്ടാണ് എന്തിനെ യൂസ് ചെയ്യുന്നത്, സ്ട്രെപ്റ്റോകൈനേസിനെ യൂസ് ചെയ്യുന്നത്. സ്ട്രെപ്റ്റോകൈനേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയ എന്നാണെന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറഞ്ഞ ബയോ ആക്റ്റീവ് മോളിക്യൂൾ എന്ന് പറയുന്നത് സൈക്ലോസ്പോറിൻ എ ആണ്. സൈക്ലോസ്പോറിൻ എ എന്തിൽ നിന്നാണ് കിട്ടുന്നത്, ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഫംഗസ് നിന്നാണ് കിട്ടുന്നത്. ആൻഡ് ദിസ് സൈക്ലോസ്പോറിൻ എ ഈസ് യൂസ്ഡ് ആസ് എ ഇമ്മ്യൂണോ സപ്രസീവ് ഏജൻറ്റ്. ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് സ്റ്റാറ്റിൻ ആണ്. സ്റ്റാറ്റിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം another kind of fungus called Monascus പർപ്യൂറിയസ്. മൊണാസ്കസ് പർപ്യൂറിയസ് എന്ന് പറയുന്ന ഒരു ഈസ്റ്റ് എന്നാണ് എന്തുണ്ടാക്കുന്നത്, ഈ സ്റ്റാറ്റിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് സ്റ്റാറ്റിൻ ഈസ് യൂസ്ഡ് ആസ് എ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻറ്റ്. ബ്ലഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നൊരു ഏജൻ്റ് ആയിട്ടാണ് എന്തിനെ യൂസ് ചെയ്യുന്നത്, സ്റ്റാറ്റിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റാറ്റിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ കൊളസ്ട്രോളിനെ സിന്തസൈസ് ചെയ്യുന്നത്, കൊളസ്ട്രോൾ സിന്തസൈസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇവരതിനെ സ്റ്റോപ്പ് ചെയ്യിക്കും, അതിൻ്റെ ഫങ്ഷനെ അവർ തടഞ്ഞു വെക്കും. അപ്പോൾ മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ഫസ്റ്റ് ഫെർമെൻറ്റഡ് ബീവറേജസിൻ്റെ പ്രൊഡക്ഷനെ കുറിച്ചിട്ട് പറഞ്ഞു. രണ്ടാമത് ആൻറ്റിബയോട്ടിക്സിൻ്റെ പ്രൊഡക്ഷന് പറഞ്ഞു. മൂന്നാമത് നമ്മൾ പറഞ്ഞത് കെമിക്കൽസ്, എൻസൈംസ് ആൻഡ് അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ആണ് പറഞ്ഞത്. അതിൽ ആൽക്കഹോളിൻ്റെ പ്രൊഡക്ഷൻ പറഞ്ഞു, എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ പറഞ്ഞു, അതായത് ലിപ്പേസസ്, അതേപോലെ പെക്റ്റിനേസസ് ആൻഡ് പ്രോട്ടിയേസസ് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ സ്ട്രെപ്റ്റോകൈനേസ്, അതൊരു ക്ലോട്ട് ബസ്റ്ററായിട്ട് യൂസ് ചെയ്യും. അതേപോലെ തന്നെ സൈക്ലോസ്പോറിൻ എ, അത് ഇമ്മ്യൂണോ സപ്രസൻ്റ് ആയിട്ടാണ് ഇനി യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റാറ്റിൻ, അതൊരു ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിൽ വരുന്നത്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഏതാണെന്ന് നോക്കാം. അടുത്തത് പറയുന്നത് മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ്. മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ്. സീവേജ് ട്രീറ്റ്മെൻറ്റിൽ മൈക്രോബ്സ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. സോ സീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പൽ വേസ്റ്റിനെയാണ് എന്തെന്ന് പറയുക, സീവേജ് എന്ന് പറയുക. ആൻഡ് ദാറ്റ് കണ്ടെയ്ൻ ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ. അതിലൊരുപാട് എന്തുണ്ടായിരിക്കും, ഓർഗാനിക് മാറ്റർ ഉണ്ടായിരിക്കും, മൈക്രോബ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ സീവേജിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഹ്യൂമൻ എക്സ്ക്രീറ്റി ഒക്കെയാണ്, ഹ്യൂമൻ വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന സീവേജിലുണ്ടാവുക. അപ്പോൾ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടറിനെ, ഇപ്പോൾ നമ്മൾ വീടുകളിൽ നിന്നും മറ്റൊക്കെ വരുന്ന ഈ ചാല് വഴി ഒഴുകി വരുന്ന ഈ വെള്ളം ഉണ്ടല്ലോ,
അതിനെയാണ് എന്തെന്ന് പറയുക, മുനിസിപ്പൽ വേസ്റ്റ് അല്ലെങ്കിൽ സീവേജ് എന്ന് പറയുന്നത്. ആ സീവേജിൽ എന്തുണ്ടെന്ന് പറഞ്ഞു, ലാർജ് എമൗണ്ട് ഓർഗാനിക് മാറ്റർ മൈക്രോബ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ പണ്ടൊക്കെ ഈ സീവേജസിനെ, ഈ വീടുകളിൽ നിന്നും മറ്റൊക്കെ വരുന്ന ഈ വേസ്റ്റിനെ നേരെ എന്ത് ചെയ്യും, വാട്ടർ ബോഡീസിലേക്ക് ഡംപ് ചെയ്യുകയാണ് ചെയ്യുക. വാട്ടർ ബോഡീസിലേക്കാണ് നേരെ എന്ത് ചെയ്യുന്നത്, തുറന്നു വിടുന്നത്. ഇപ്പോൾ അങ്ങനെ വാട്ടർ ബോഡീസിലേക്ക് ഇതിങ്ങനെ തുറന്നു വിടുമ്പോൾ വാട്ടർ എന്തായിട്ട് മാറും, പൊല്യൂട്ടഡ് ആയിട്ട് മാറും. അപ്പോൾ അതിന് പകരം ഈ വാട്ടറിനെ, ഈ അൺഫിറ്റ് ആയിട്ടുള്ള വാട്ടറിനെ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്തിട്ട് ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ ബോഡി ആക്കി മാറ്റി എന്നിട്ടാണ് എന്ത് ചെയ്യുക, വാട്ടർ ബോഡീസിലേക്ക് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. അതാണ് സീവേജ് ട്രീറ്റ്മെൻറ്റിൽ ചെയ്യുന്നത്. സോ സീവേജ് ഈസ് ട്രീറ്റഡ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ആ സീവേജിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റിനെയാണ് എന്തെന്ന് പറയുക, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എന്ന് പറയുക. ഇതിൻ്റെ ഷോർട്ടായിട്ട് STPs എന്ന് പറയും, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിനെയാണ് എന്തെന്ന് പറയുക, STPs എന്ന് പറയുക. ആൻഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഇറ്റ് ലെസ് പൊല്യൂട്ടിങ്. ഈ സീവേജിനെ ലെസ് പൊല്യൂട്ടിങ് ആക്കി മാറ്റുന്നത് എവിടെ വെച്ചിട്ടാണ്, ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിൽ വെച്ചിട്ടാണ്. അവിടെ 2 സ്റ്റേജസ് ഉണ്ട്. ഒന്ന് പ്രൈമറി ട്രീറ്റ്മെൻറ്റും മറ്റൊന്ന് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം സീവേജ് എന്താണെന്ന് പറഞ്ഞു. സീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടറിനെയാണ് സീവേജ് എന്ന് പറയുക. അതിൽ ലാർജ് എമൗണ്ട് ഓർഗാനിക് മാറ്റർ ഉണ്ടായിരിക്കും, ഹ്യൂമൻ എക്സ്ക്രീറ്റ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് ഡിബ്രീസ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് സബ്സ്റ്റൻസുകൾ ഉണ്ടായിരിക്കും. ഇതിനെ ഡയറക്റ്റായിട്ട് വാട്ടർ ബോഡീസിലേക്ക് ഡംപ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ മോർ പൊല്യൂട്ടഡ് ആയിട്ട് മാറും. പകരം നമ്മൾ എന്ത് ചെയ്യും, ഈ സീവേജിനെ ട്രീറ്റ് ചെയ്യും. എവിടെ വെച്ചിട്ടാണ് ട്രീറ്റ് ചെയ്യുക, സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിൽ വെച്ച് ട്രീറ്റ് ചെയ്തിട്ട് അതിനെ ലെസ് പൊല്യൂട്ടഡ് ആക്കിയിട്ട് മാറ്റും. അതിൻ്റെ പൊല്യൂട്ടൻസ് അല്ലെങ്കിൽ പൊല്യൂട്ടൻസി എന്ത് ചെയ്യും, കുറയ്ക്കും. എന്നിട്ടാണ് എന്ത് ചെയ്യുക, വാട്ടർ ബോഡീസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ 2 സ്റ്റേജസ് ഉണ്ടെന്ന് പറഞ്ഞു. ഫസ്റ്റ് വൺ പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഓർ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. സെക്കൻഡ് ട്രീറ്റ്മെൻറ്റിന് എന്താ പറയുക, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുക. സോ ഫസ്റ്റ് നമ്മൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ ഫസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കൽ റിമൂവലാണ് ചെയ്യുക. അതായത് ഈ വരുന്ന സീവേജിൽ ഒരുപാട് ഫ്ലോട്ടിംഗ് ഡിബ്രീസ് ഉണ്ടായിരിക്കും. ഒഴുകി മുകളിൽ പൊന്തി നിൽക്കുന്ന കുറേ വലിയ വലിയ പ്ലാസ്റ്റിക്കിൻ്റെയും അതിൻ്റെയൊക്കെ ആയിട്ടുള്ള കുറേ ഫ്ലോട്ടിംഗ് ഡിബ്രീസ് ഉണ്ടായിരിക്കും. ആ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ എന്ത് ചെയ്യും, സീക്വൻഷ്യലായിട്ട് റിമൂവ് ചെയ്യും. ഒന്ന് ഹാൻഡ് പിക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ സീക്വൻഷ്യലായിട്ട് അതിനെന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുക, പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുക. സോ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ ഫിസിക്കൽ റിമൂവൽ ഓഫ് പാർട്ടിക്കിൾസ്. ഫിസിക്കലി ഓരോ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക, പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പ്രൈമറി ട്രീറ്റ്മെൻ്റ് ആണ്. That includes the physical removal of particles and it includes the removal of floating debris. Floating debris നെ എന്ത് ചെയ്യും, സീക്വൻഷ്യൽ ഫിൽട്രേഷൻ വഴി റിമൂവ് ചെയ്യും. സീക്വൻഷ്യൽ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സീക്വൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുക, ഫിൽറ്റർ ചെയ്യുക. അപ്പോൾ ഏറ്റവും ലാർജർ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് ചിലപ്പോൾ അതിൻ്റെ ആ ഫിൽറ്ററിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട്, അതിൻ്റെ മെഷിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് അതെന്ത് ചെയ്യും, അതിനനുസരിച്ചിട്ടുള്ള പാർട്ടിക്കിൾസിന് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഇതിൽ വലിയ ലാർജർ ഫ്ലോട്ടിംഗ് ഡിബ്രീസ് മാറും. അതിനുശേഷം അടുത്തതിലേക്ക് പാസ് ചെയ്യുമ്പോൾ അതിലും ചെറിയത്, അങ്ങനെ സീക്വൻഷ്യലായിട്ട് എന്ത് ചെയ്യും, ആ ഫ്ലോട്ടിംഗ് ഡിബ്രീസിനൊക്കെ എന്ത് ചെയ്യും, അതിൽ നിന്ന് ആദ്യം റിമൂവ് ചെയ്യും. റിമൂവൽ ഓഫ് ഗ്രിറ്റ്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, റിമൂവൽ ഓഫ് ഗ്രിറ്റ് ആണ്. ഗ്രിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫ്ലോട്ടിംഗ് ഡിബ്രീസ് പോയി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ പെട്ടെന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. പിന്നെ അതിലുണ്ടാകുന്നത് സോയിലും പിന്നെ അതേപോലെ തന്നെ പെബിൾസ്, ചെറിയ ചെറിയ പാറകഷ്ണങ്ങളും സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനെയാണ് പിന്നെ റിമൂവ് ചെയ്യേണ്ടത്. ആ ഇതിനെയാണ് നമ്മൾ ഗ്രിറ്റ് എന്ന് പറയുക. അതിലുള്ള സോയിൽ ആൻഡ് സ്മോൾ പെബിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഗ്രിറ്റ് എന്ന് പറയുക. ഈ ഗ്രിറ്റിന് എന്ത് ചെയ്യും, സെഡിമെൻറ്റ് ചെയ്യും. ഒരു സെഡിമെൻറ്റേഷൻ ടാങ്കിൽ കൊണ്ടുപോയി വെച്ചിട്ട് അതിനെ സെഡിമെൻറ്റ് ചെയ്യും. സെഡിമെൻറ്റേഷൻ ടാങ്കിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, സെഡിമെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം മുകളിൽ ആരുണ്ടായിരിക്കും, വാട്ടർ ഉണ്ടായിരിക്കും. ബാക്കി അടിയിലായിരിക്കും എന്തുണ്ടാവുക, അതിൽ നിന്നുള്ള ഈ വെയിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ താഴെ അടിഞ്ഞുകൂടും. അപ്പോൾ ആദ്യം സീക്വൻഷ്യലി ഫിൽറ്റർ ചെയ്യും. അതിനുശേഷം അതിനെ ഒരു ഗ്രിറ്റ് ചേംബറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. എന്ത് ചേംബറിലേക്കാണ്, ഗ്രിറ്റ് ചേംബറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ഈ ഗ്രിറ്റ് ചേംബറിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കുറച്ച് നേരം അവിടെ വെക്കും. അങ്ങനെ വെച്ചിട്ട് അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള സോയിലും അതേപോലെ തന്നെ പെബിൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, താഴെ സെറ്റിൽ ചെയ്യും. ഇങ്ങനെ ഈ താഴെ സെറ്റിൽ ചെയ്യുന്ന ഈ ഭാഗത്ത് സോളിഡ് ആയിട്ടുള്ള ആ ഫോമിനെയാണ് പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയുക. താഴെ ഈ ഫോം ചെയ്യുന്നതിനെയാണ് പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയുക. ആ മുകളിൽ കാണുന്ന ആ ഇതിനെന്തെന്ന് പറയും, പ്രൈമറി എഫ്ലുവൻറ്റ് എന്ന് പറയും. മുകളിൽ കാണുന്ന ആ വാട്ടർ പാർട്ടിനെ എഫ്ലുവൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ മുകളിൽ വാട്ടർ പാർട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ സൂപ്പർ നൈറ്റൻ്റ് ഉണ്ടായിരിക്കും. ആ സൂപ്പർ നൈറ്റൻറ്റിനെ പ്രൈമറി എഫ്ലുവൻറ്റ് എന്നും താഴെ കാണുന്നതിന് എന്തെന്ന് പറയും,
പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയും. അപ്പോൾ അതിലുള്ള സോയിലും അതേപോലെ തന്നെ ഹെവിയർ ആയിട്ടുള്ള പെബിൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, ഈ താഴെയുള്ള ഈ പറയുന്ന ഈ ചേംബറിൽ എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യും. ഇനി ഇതിനെ വീണ്ടും എന്ത് ചെയ്യും, അടുത്ത സ്റ്റേജിലേക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പാസ് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രൈമറി ട്രീറ്റ്മെൻ്റ് ആണ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ എന്താ ചെയ്യുക, ഒരു ഫിസിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ഫിസിക്കലി അതിലുള്ള ഫ്ലോട്ടിംഗ് ഡിബ്രീസിനൊക്കെ എന്ത് ചെയ്യും, സീക്വൻഷ്യൽ ഫിൽട്രേഷൻ വഴി അതിനെ റിമൂവ് ചെയ്തു. ഫ്ലോട്ടിംഗ് ഡിബ്രീസിനൊക്കെ റിമൂവ് ചെയ്യും. ഇനി അതിനൊരു സെറ്റിൽമെൻറ്റ് ടാങ്കിൽ കൊണ്ടുപോയി വെക്കും. അങ്ങനെ സെറ്റിൽമെൻറ്റ് ടാങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഗ്രിഡ്സ് ഒക്കെ ഉണ്ടല്ലോ, സോയിലും അതേപോലെ തന്നെ പെബിൾസും, അതൊക്കെ എന്ത് ചെയ്യും, താഴെ സെറ്റിൽ ചെയ്യും. അപ്പോൾ നമുക്ക് 2 ലെയറായിട്ട് കാണാൻ പറ്റും. താഴെ ഹെവിയർ ആയിട്ട് വെയിറ്റ് ഉള്ള സാധനങ്ങളും മുകളിൽ ആ വാട്ടർ പാർട്ട് മാത്രം നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലൊരു കുറച്ച് മണ്ണിട്ടിട്ട് നമ്മൾ കലക്കി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ മണ്ണൊക്കെ എന്ത് ചെയ്യും, അടിയും. മണ്ണും ഇതൊക്കെ അടിയും, മുകളിൽ ആ എഫ്ലുവൻ്റ് മാത്രം ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ സെറ്റിൽ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് നടക്കുക. അപ്പോൾ അങ്ങനെ സെറ്റിൽ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 പാർട്ടായിട്ട് കാണാൻ പറ്റും. താഴെ അടിഞ്ഞു കൂടിയിട്ടുള്ള ആ പാർട്ടിന് എന്തെന്ന് പറയും, പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയും. മുകളിലുള്ള ആ എഫ്ലുവൻറ്റിന് എന്തെന്നാ പറയുക, പ്രൈമറി എഫ്ലുവൻ്റ് എന്നും പറയും. ഈ പ്രൈമറി എഫ്ലുവൻറ്റിനെ എവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. സോ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഓർ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ 2 ടാങ്ക് ഉണ്ടായിരിക്കും. ഒരു എയറേഷൻ ടാങ്ക് ഉണ്ടായിരിക്കും, ഒരു എനേറോബിക് ടാങ്കും ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പ്രൈമറി എഫ്ലുവൻറ്റിനെ നേരെ എവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും, ഈ എയറേഷൻ ടാങ്കിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. എയറേഷൻ ടാങ്കിൽ എയറോബിക് ബാക്ടീരിയാസ് ഉണ്ട്. ഈ എയറോബിക് ബാക്ടീരിയാസിൻ്റെ ആക്ടിവിറ്റീൻ്റെ റിസൾട്ടായിട്ട് അവിടെയുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനൊക്കെ എന്ത് ചെയ്യും, ഈ ബാക്ടീരിയ എന്ത് ചെയ്യും, അതിനൊക്കെ ഡൈജസ്റ്റ് ചെയ്യും. അതായത് എങ്ങനെയാണ് നോക്കുക, ആദ്യം ഈ പ്രൈമറി എഫ്ലുവൻറ്റിനെ എയറേഷൻ ടാങ്കിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു. പ്രൈമറി എഫ്ലുവൻറ്റ് ഈസ് പാസ്ഡ് ഇൻ ടു ലാർജ് എയറേഷൻ ടാങ്ക്, വലിയൊരു എയറേഷൻ ടാങ്കിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. എന്നിട്ട് അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് എജിറ്റേറ്റ് ചെയ്യും. അതായത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൻ്റെ റിസൾട്ടായിട്ട് അവിടെയുള്ള മൈക്രോബ്സ് ഒക്കെ എന്ത് ചെയ്യും, എയറോബിക്കലി റെസ്പയർ ചെയ്യും. എയറോബിക് ബാക്ടീരിയാസ് എയറോബിക് റെസ്പിറേഷനാണ് നടക്കുക. അങ്ങനെ ആ എയറോബിക് ഓക്സിജൻ യൂസ് ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഓർഗാനിക് മെറ്റീരിയൽസിനൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിഗറസ് ആയിട്ട്, അപ്പോൾ നമ്മളിങ്ങനെ എജിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യും, ഈ മൈക്രോബ്സ് വിഗറസ് ആയിട്ട് ഗ്രോ ചെയ്യും, ഒരുപാട് ഗ്രോ ചെയ്യും. എയറോബിക് ബാക്ടീരിയാസ് ഒരുപാട് ഗ്രോ ചെയ്തിട്ട് അവരൊരു ബാക്ടീരിയൽ ഫ്ലോക്സ് ഫോം ചെയ്യും. ഫ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയൽ ഫംഗൽ ഫിലമെൻറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു മെഷ് ലൈക്ക് അപ്പിയറൻസിനെയാണ് എന്തെന്ന് പറയുക, ഫ്ലോക്സ് എന്ന് പറയുക. സോ ഫ്ലോക്സ് മീൻസ് ബാക്ടീരിയ അസോസിയേറ്റ് വിത്ത് ഫംഗൽ ഫിലമെൻറ്റ്. ബാക്ടീരിയ ഫംഗൽ ഫിലമെൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു മെഷ് ലൈക്ക് ആയിട്ടുള്ള ഒരു നെറ്റ് പോലെയുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. അതിനെയാണ് എന്തെന്ന് പറയുക, ഫ്ലോക്സ് എന്ന് പറയുക. അങ്ങനെ ഫ്ലോക്സ് ഫോം ചെയ്യും. And these microbes consume the organic material from the effluent and thus reduce the BOD of the effluent. അങ്ങനെ എയറോബിക് ബാക്ടീരിയാസ് അവിടെയുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് അവിടെ BOD റെഡ്യൂസ് ചെയ്യും. BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ് BODയുടെ ഫുൾ ഫോം. അപ്പോൾ എയറോബിക് ബാക്ടീരിയാസ് എന്ത് ചെയ്യും, അവിടെയുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെ, ആ വാട്ടറിലുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. അതിൻ്റെ റിസൾട്ടായിട്ട് അവിടെ എന്ത് കുറയും, BOD റെഡ്യൂസ് ചെയ്യും. BOD മീൻസ് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഓഫ് ആൻ എഫ്ലുവൻറ്റ്. അതായത് BOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. BOD മീൻസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ് ബൈ ബാക്ടീരിയ ടു ഓക്സിഡൈസ് ഓൾ ദ ഓർഗാനിക് മാറ്റർ ഇൻ 1 ലിറ്റർ ഓഫ് വാട്ടർ. അതായത് 1 ലിറ്റർ വെള്ളത്തിൽ എത്രത്തോളം ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ട്, ആ ഓർഗാനിക് മെറ്റീരിയൽസിനെ കംപ്ലീറ്റ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാക്ടീരിയയ്ക്ക് അല്ലെങ്കിൽ അവിടെയുള്ള ബാക്ടീരിയ എത്ര ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുക, അവിടുത്തെ BOD അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയാം. അപ്പോൾ BOD കൂടുതലാണ് എങ്കിൽ അവിടെ അതിനർത്ഥം എന്താണ്, അത് അത്രയും പൊല്യൂട്ടഡ് ആണെന്ന് അർത്ഥം. അതായത് അത്രയും പൊല്യൂട്ടഡ് ആകുമ്പോൾ BODയുടെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം, അവിടെ ആ വാട്ടർ അത്രത്തോളം പൊല്യൂട്ടഡ് ആണ്. അതായത് അത്രയും ഓർഗാനിക് മെറ്റീരിയൽ ഉള്ളതുകൊണ്ടാണ് അത്രയും ഓക്സിജൻ എടുക്കേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സോ BOD, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ഈസ്
the amount of oxygen consumed by bacteria. It's the amount of oxygen consumed by bacteria to oxidize all the organic materials present in 1 liter of water, which means it is the measure of organic materials or organic matter present in water. വാട്ടറിൽ എത്ര ഓർഗാനിക് മാറ്റർ പ്രസൻ്റ് ആയിരുന്നു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നു മനസ്സിലാക്കാൻ പറ്റും. BOD എത്ര ഉണ്ട് എന്നുള്ളത് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് കൂടുതൽ BOD വരികയാണെങ്കിൽ അതിനർത്ഥം എന്താണ്, അവിടെ അത്രയും പൊല്യൂട്ടഡ് ആണ് ആ വാട്ടർ എന്നർത്ഥം. സോ ഗ്രേറ്റർ ദ BOD മോർ ദ പൊല്യൂട്ടിങ് പൊട്ടൻഷ്യൽ. BOD കൂടുതലാണെങ്കിൽ അത്രയും പൊല്യൂട്ടൻ പൊട്ടൻഷ്യൽ ഉള്ളതായിരുന്നു ആ വാട്ടർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ലിയർ? അതാണ് പിന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെ അവിടെയുള്ള എയ്റോബിക് ബാക്ടീരിയാസ് എന്ത് ചെയ്യും, അതിലുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെയൊക്കെ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് അവിടെ എന്ത് റെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, അവിടുത്തെ BOD കുറയാൻ തുടങ്ങും. ആദ്യം BOD ഒരുപാടുണ്ടായിരിക്കും. ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ബാക്ടീരിയാസ് അവിടെ എയ്റോബിക്കലി അതിനെ കൺസ്യൂം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ BOD കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഈ പറയുന്ന BOD കുറയുന്നത് എപ്പോഴായിരിക്കും, ഈ ബാക്ടീരിയാസ് ആക്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് അവർ ഈ ഓർഗാനിക് മെറ്റീരിയൽസിനൊക്കെ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. അതിൻ്റെ റിസൾട്ടായിട്ട് അവിടെ പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഈ BODയുടെ അളവ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ദ എഫ്ലുവൻറ്റ് ഈസ് ദെൻ പാസ് ടു എ സെറ്റിലിംഗ് ടാങ്ക്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യും, ആ എഫ്ലുവൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു സെറ്റിലിംഗ് ടാങ്കിലേക്ക് പാസ് ചെയ്യും. ഇനി സെറ്റിലിംഗ് ടാങ്കിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഈ ബാക്ടീരിയൽ ഫ്ലോക്സ് ഒക്കെ താഴെ അടിഞ്ഞുകൂടും. ആൻഡ് ദിസ് സെഡിമെൻറ്റ് ഈസ് കോൾഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. അതിന് നമ്മൾ എയറേഷൻ ടാങ്കിൽ എയറോബിക് ബാക്ടീരിയാസ് അതിനെ കൺസ്യൂം ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ബാക്ടീരിയൽ ഫ്ലോക്സ് ഫോം ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അവിടെയുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെല്ലാം കൺസ്യൂം ചെയ്തതിന് ശേഷം നമ്മൾ ഈ വാട്ടറിനെ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റേജ് എയറേഷൻ ടാങ്കിൽ നിന്നുള്ള ആ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ടാങ്കായിട്ടുള്ള സെറ്റിലിംഗ് ടാങ്കിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ ഇതിനെ എന്ത് ചെയ്യാൻ അനുവദിക്കും, സെറ്റിൽ ചെയ്യാൻ അനുവദിക്കും. അങ്ങനെ സെറ്റിൽ ചെയ്യാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അതിലുള്ള ബാക്ടീരിയൽ ഫ്ലോക്സ് ഉണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ബാക്ടീരിയൽ ഫംഗൽ മെഷ് ഫോം, ആ ഫിലമെൻ്റസ് ഫോം അതെന്ത് ചെയ്യും, താഴെ അടിഞ്ഞുകൂടും. ഇനി ആ മുകളിലുള്ള എഫ്ലുവൻറ്റിനെ നമ്മൾ ഇനി എന്ത് ചെയ്യും, അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യും. ഇനി ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ്, ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിൽ അപ്പോൾ എന്താ ഉള്ളത്, ബാക്ടീരിയൽ ഫ്ലോക്സ് ആണുള്ളത്. അതിൽ നിന്ന് കുറച്ച് ബാക്ടീരിയൽ ഫ്ലോക്സ് അല്ലെങ്കിൽ ആക്ടിവേറ്റഡ് സ്ലഡ്ജിന് തിരിച്ച് എവിടേക്ക് തന്നെ പാസ് ചെയ്യും, ഈ എയറേഷൻ ടാങ്കിലേക്ക് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു ഇനാക്കുലായിട്ട് ആക്ട് ചെയ്യും. ഇനോക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഇനോക്കുലം പോലെ ആയിട്ട് ആക്ട് ചെയ്യും. ഓൾറെഡി ഇത് അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അടുത്ത ട്രീറ്റ്മെൻറ്റിന് ഇതേപോലെ എയറേഷൻ ടാങ്കിലേക്ക് ആര് വന്നു കഴിഞ്ഞാൽ, വാട്ടർ വന്നു കഴിഞ്ഞാൽ ഈ ഇനോക്കുലം എന്ത് ചെയ്യും, അവിടെയുള്ള മൈക്രോബ്സ് കൂടുതലായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പെട്ടെന്ന് അവർ എന്ത് ചെയ്യും, ഗ്രോ ചെയ്യും. സോ ഒരു ഇനോക്കുലം പോലെ ആയിട്ട് അത് ആക്ട് ചെയ്യും. അതാണ് അവിടെ പറയുന്നത്. സോ ദ എഫ്ലുവൻറ്റ് ഈസ് ദെൻ പാസ് ടു എ സെറ്റിലിംഗ് ടാങ്ക് വേർ ദ ബാക്ടീരിയൽ ഫ്ലോക്സ് ആർ സെഡിമെൻറ്റ് ആൻഡ് ദ സെഡിമെൻറ്റ് ഈസ് കോൾഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. ആ സെഡിമെൻറ്റ്സിനെയാണ് എന്തെന്ന് പറയുക, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുക. ആൻഡ് എ സ്മോൾ പാർട്ട് ഓഫ് ദ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഈസ് ട്രാൻസ്പോർട്ടഡ് ബാക്ക് ഇൻ ടു ദ എയറേഷൻ ടാങ്ക് ടു സെർവ് ആസ് എ ഇനാക്കുലം. അതൊരു ഇനാക്കുലം പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ ആദ്യം പറയുന്നത്. ഇനി എന്ത് ചെയ്യും, ദ റിമൈനിങ് സ്ലഡ്ജ്, ബാക്കിയുള്ള സ്ലഡ്ജിനെ ഇനി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അടുത്ത ലാർജ് ടാങ്കായിട്ടുള്ള അടുത്ത വലിയ ടാങ്കായിട്ടുള്ള എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. ഏതിലേക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക, എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അവിടെ എനൈറോബിക് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. മെത്തനോജൻസ് പോലെയുള്ള എനൈറോബിക് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. ആ എനൈറോബിക് ബാക്ടീരിയാസ് എന്ത് ചെയ്യും, അവിടെയുള്ള ആ ബാക്ടീരിയാസിനെയും ഫംഗസിനെയും ഒക്കെ എന്ത് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്യും. ബാക്ടീരിയാസിനെയും ഫംഗസിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യും. അതിൻ്റെ റിസൾട്ടായിട്ട് ഏത് ഗ്യാസ് ഫോം ചെയ്യും, CH4, മീറ്റെയിൻ, അതേപോലെ തന്നെ ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസസ് ഫോം ചെയ്യും. ഈ ഗ്യാസസിനെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് ബയോഗ്യാസ്. അതായത് ബയോഗ്യാസ് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പോൾ ആദ്യം എയറേഷൻ ടാങ്കിൽ നിന്നുള്ള ആ എഫ്ലുവൻറ്റിനെ നമ്മൾ മാറ്റിയതിന് ശേഷം അതിൽ നിന്നുള്ള സ്ലഡ്ജിനെ എന്ത് ചെയ്യും, ഒരു ലാർജ് എനൈറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്ററിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. എന്നിട്ട് അതിലുള്ള ആ സ്ലഡ്ജ് ഡൈജസ്റ്ററിൽ എത്തുന്ന ബാക്ടീരിയാസിനെയും ഫംഗസിനെയും എന്ത് ചെയ്യും, അവിടെയുള്ള എനൈറോബിക് ബാക്ടീരിയാസ് കില്ല് ചെയ്യും. അല്ലെങ്കിൽ എനൈറോബിക് ബാക്ടീരിയാസ് അതിനെന്ത് ചെയ്യും, കില്ല് ചെയ്തിട്ട് അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് ഫോം ചെയ്യും, ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഗ്യാസസ് ആണ് ഇതൊക്കെ
ഈ പറയുന്ന മീഥേൻ, ഹൈഡ്രജൻ സൾഫൈഡ്, അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ഗ്യാസസ്. ഇവരെ കളക്റ്റീവായിട്ട് പറയുന്ന പേരാണ് ബയോഗ്യാസ്. ആൻഡ് ദിസ് എഫ്ലുവൻറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു നാച്ചുറൽ വാട്ടർ ബോഡീസ് ലൈക്ക് വാട്ടർ ആൻഡ് സ്ട്രീംസ്. ഇനി ആ എഫ്ലുവൻസിനെ നമ്മൾ എന്ത് ചെയ്യും? നേരെ വാട്ടർ ബോഡീസിലേക്ക് ഇതിനെ റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന സീവേജ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് സീവേജ് ട്രീറ്റ്മെൻറ്റിൽ പറയുന്നത്. പിന്നെ സീവേജ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഓവറോൾ സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സീവേജിൻ്റെയും പ്രൈമറി ട്രീറ്റ്മെൻറ്റ് നടത്തും. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെന്ന് പറഞ്ഞു. ഫിസിക്കലി സീക്വൻഷ്യൽ ഫിൽട്രേഷൻ വഴി അതിലുള്ള ഫ്ലോട്ടിംഗ് ഡിബ്രീസിനെയൊക്കെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. ഫ്ലോട്ടിംഗ് ഡിബ്രീസിനെ റിമൂവ് ചെയ്തതിന് ശേഷം അതിനെ സെറ്റിൽ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതിലുള്ള ഗ്രിഡ്സ് ഒക്കെ എന്ത് ചെയ്യും? താഴെ സെറ്റിൽ ചെയ്യും. പിന്നെ ആ എഫ്ലുവൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് അവിടെ പറയാൻ കാരണം അവിടെ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്? മൈക്രോബ്സിനെയാണ്, ബാക്ടീരിയാസിനെ, എയറോബിക് ആൻഡ് അനേറോബിക് ബാക്ടീരിയാസിനെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെന്തെന്ന് പറയുന്നത്? സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനെ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നും കൂടെ പറയുന്നത്. സോ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഈ പ്രൈമറി എഫ്ലുവൻറ്റിനെ എയറേഷൻ ടാങ്കിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. എയറേഷൻ ടാങ്കിൽ എന്ത് ചെയ്യും? കോൺസ്റ്റൻ്റ് ആയിട്ട് അതിനെ അജിറ്റേറ്റ് ചെയ്യും. ആ അജിറ്റേഷൻ്റെ റിസൾട്ടായിട്ട് അവിടെയുള്ള എയറോബിക് ബാക്ടീരിയാസ് എന്ത് ചെയ്യും? ബാക്ടീരിയൽ ഫ്ലോക്സ് ഫോം ചെയ്യും. ബാക്ടീരിയൽ ഫ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയൽ ഫംഗൽ ഫിലമെൻ്റ് അസോസിയേഷനെയാണ് എന്തെന്ന് പറയുക? ബാക്ടീരിയൽ ഫ്ലോക്സ് എന്ന് പറയുക. അതൊരു മെഷ് ലൈക്ക് അപ്പിയറൻസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ അവിടെയുള്ള എയറോബിക് ബാക്ടീരിയാസ് എന്ത് ചെയ്യും? അതിലുള്ള ഓർഗാനിക് മെറ്റീരിയൽസിനെയൊക്കെ കൺസ്യൂം ചെയ്യും. അതിലെന്തൊക്കെ ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യും? അവർ കൺസ്യൂം ചെയ്യും. അങ്ങനെ ഓർഗാനിക് മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് അവിടെ എന്ത് റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും? BOD റെഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ BOD നല്ല റെഡ്യൂസ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് ലെസ് പൊല്യൂട്ടഡ് ആയി അല്ലേ? അങ്ങനെ BOD കുറഞ്ഞപ്പോൾ ആ എഫ്ലുവൻറ്റിനെ നമ്മൾക്ക് ഇനി എന്ത് ചെയ്യാം? നേരെ വാട്ടർ ബോഡീസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. എനേറോബിക് ബാക്ടീരിയാസ് ഉണ്ടായിരിക്കും. ആ എനേറോബിക് ബാക്ടീരിയാസ് എന്ത് ചെയ്യും? എനേറോബിക്കലി അവിടെയുള്ള ബാക്ടീരിയാസിനെയും അതേപോലെ തന്നെ ഫംഗസിനെയും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് ഫോം ചെയ്യും? ബയോഗ്യാസ് ഫോം ചെയ്യും. ഇതാണ് നമ്മളുടെ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ നടക്കുന്നത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? STP അല്ലെങ്കിൽ സീവേജ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. ഇതാണ് ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയായിരിക്കും ഒരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് കാണുക. അപ്പോൾ ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വന്നതിൻ്റെ റിസൾട്ടായിട്ട് നമ്മളുടെ വാട്ടർ ബോഡീസൊക്കെ ഒരുപാട് എന്തായിട്ടുണ്ട്? ക്ലീൻ ആയിട്ടുണ്ട്. അതിനു മുന്നേ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഗംഗ, യമുന പോലെയുള്ള മഹാനദികൾ, റിവേഴ്സൊക്കെ എന്തായി? ഹൈലി പൊല്യൂട്ടഡ് ആയിട്ട് മാറിയിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന മുനിസിപ്പൽ വേസ്റ്റുകളും എവിടേക്കാണ് ഡംപ് ചെയ്യുന്നത്? വാട്ടർ ബോഡീസിലേക്കാണ് ഡംപ് ചെയ്യുന്നത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ വാട്ടർ ബോഡീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരു ടെക്നിക്കാണ് ഇത് ഈ പറയുന്ന സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് ആസ് ഇനീഷ്യേറ്റഡ് ഗംഗ ആക്ഷൻ പ്ലാൻ ആൻഡ് യമുന ആക്ഷൻ പ്ലാൻ ടു സേവ് ദ വാട്ടർ ബോഡീസ് ഫ്രം വാട്ടർ പൊല്യൂഷൻ. ഈ വാട്ടർ ബോഡീസിനെ വാട്ടർ പൊല്യൂഷന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആക്ഷൻ പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഗംഗ ആക്ഷൻ പ്ലാനും ഒന്ന് യമുന ആക്ഷൻ പ്ലാനുമാണ്. അതുവഴി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വഴി അതിലേക്കുള്ള ഈ പറയുന്ന മുനിസിപ്പൽ വേസ്റ്റുകൾ ഡംപ് ചെയ്യുമ്പോൾ ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? പിന്നീട് അതിനെ ആ വാട്ടർ ബോഡീസിലേക്ക് റിലീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യം നമ്മളുടെ ഗംഗയുടെയും യമുനയുടെ ഒക്കെ അവസ്ഥ ഇതായിരുന്നു. ഇത് പിന്നീട് എന്താക്കി മാറ്റി? നമ്മൾ കുറേ കൂടി ഇങ്ങനെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതിൻ്റെ റിസൾട്ടായിട്ട് അതിനെ കുറേ കൂടി ലെസ് പൊല്യൂട്ടഡ് ആക്കിയിട്ട് മാറ്റി. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് ഭാഗങ്ങളാണ്. അതിൽ ഓരോ ഭാഗങ്ങളും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ചെറിയ ചെറിയ കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കൺഫ്യൂസിങ് ആയിട്ട് വരുന്നത് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ കുറേ എൻസൈംസിൻ്റെ കേസ് പറയുന്നുണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ആ ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടിയും കാര്യമായിട്ട് നോക്കണം. അതേപോലെ തന്നെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സിലുള്ള ഓരോ ഭാഗങ്ങൾ, ഓരോ പുതിയ ടേംസുകൾ എന്താണെന്നുള്ളത് ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെയ്ക്കും താങ്ക് യു.